ഇന്ന് നമ്മൾ കെമിസ്ട്രിയിൽ നോൺ മെറ്റൽസ് അല്ലെങ്കിൽ അലോഹങ്ങൾ എന്നുള്ള പോർഷനാണ് പഠിക്കണത് കേട്ടോ. ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്ത് കാണാൻ പറ്റണല്ലേ? സ്ക്രീൻ കാണാൻ പറ്റണില്ലേ? ഓക്കെ, നോൺ മെറ്റൽസ് എന്ന് പറയുമ്പോൾ അതിൽ മെയിൻ ആയിട്ടും നമുക്ക് വരണത് ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലോറിൻ, അതൊക്കെ നമുക്കറിയാം. അതൊരു മെറ്റൽസ് അല്ല, നോൺ മെറ്റൽ ആണ്. നമ്മൾ കുറെ നോൺ മെറ്റൽസും മെറ്റൽസും ഒക്കെ പഠിച്ചതാണ്. അപ്പോൾ ഈ അലോഹങ്ങളെ പറ്റിയാണ് ഇന്ന് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെറ്റൽസിനെ പറ്റി ഡിസ്കസ് ചെയ്തു. മെറ്റൽസിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ പഠിച്ചു. മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി, അങ്ങനെ ഒരുപാട് നമ്മൾ ഉയർന്ന താപചാലകത അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോണത് അലോഹങ്ങളെ പറ്റിയാണ്. അതായത് നോൺ മെറ്റൽസ്, കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോൺ മെറ്റൽസിനെ പറ്റിയാണ് പഠിക്കണത്. ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കണത് ഹൈഡ്രജനെ പറ്റിയാണ് കേട്ടോ. ഏറ്റവും ആദ്യം ഹൈഡ്രജനെ പറ്റിയാണ് പഠിക്കണത്. ഈ ഹൈഡ്രജൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഹെൻറി കാവൻഡിഷ്. ഇമ്പോർട്ടന്റ് ആണ്. ഹൈഡ്രജൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്റെ പേരാണ് ഹെൻറി കാവൻഡിഷ്. ഇനി ഹെൻറി കാവൻഡിഷ് ഈ പറഞ്ഞ ഹൈഡ്രജനെ വിശേഷിപ്പിച്ചത് കത്തുന്ന വായു എന്നാണ്. കത്തുന്ന വായു എന്ന് ഹൈഡ്രജനെ വിശേഷിപ്പിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ഇനി ഈ ജലം ഉണ്ടാകുന്നത് എന്നാണ് ഈ പറഞ്ഞ ആ ഹൈഡ്രജന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. അതായത് ഹൈഡ്രോജീനീസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഈ പറഞ്ഞ ഹൈഡ്രജൻ എന്ന പേര് ലഭിച്ചത്. ഈ ഹൈഡ്രോജീനീസ് എന്ന പദത്തിന്റെ അർത്ഥം ജലം ഉണ്ടാകുന്നത്. തെറ്റിക്കാതെ പഠിക്കുക. ഇനി ഓക്സിജന് അവിടെ വേറെ ആസിഡ് ഉണ്ടാകുന്നതെന്നാണ് അർത്ഥം. അപ്പൊ ജലം ഉണ്ടാകുന്നത് എന്നർത്ഥം വരുന്ന ഹൈഡ്രോജീനീസ് എന്ന പദത്തിൽ നിന്നാണ് ഹൈഡ്രജൻ ആ പേര് ലഭിച്ചത്. ഇനി പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹൈഡ്രജൻ ആണ്. അപ്പൊ പ്രപഞ്ചത്തിലും അന്തരീക്ഷത്തിലും ഭൂവൽക്കത്തിലും ഒക്കെ സെപ്പറേറ്റ് ആണ്, നമ്മൾ ഇന്നാള് പറഞ്ഞിരുന്നു. അപ്പൊ പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. ഇനി ഓരോന്ന് പറയുമ്പോ നമുക്ക് അത് ബാക്കിയുള്ളത് പറയാം കേട്ടോ, എല്ലാം കൂടി ഒരുമിച്ച് പറയണില്ല. അപ്പൊ പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. ഓക്കെ, ഇനി സൂര്യനിലും നക്ഷത്രങ്ങളിലും മുഖ്യ ഘടകം ഹൈഡ്രജൻ ആണ്. അത് നമുക്ക് അറിയണ കാര്യമാണ്. സൂര്യനിലും നക്ഷത്രങ്ങളിലും മുഖ്യ ഘടകമാണ് ഹൈഡ്രജൻ. അന്തരീക്ഷ വായുവിൽ വളരെ ചെറിയ അളവിലെ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്നുള്ളൂ. ഇനി ഹൈഡ്രജൻ എന്ന് പറഞ്ഞ സാധനത്തിന് നിറവും ഇല്ല, മണവും ഇല്ല. ഓക്കെ, ഇപ്പൊ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആണെന്ന് വെച്ചിട്ട് പഠിക്കാതിരിക്കരുത്, എല്ലാം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രോജീനീസ് എന്ന പദത്തിൽ നിന്നാണ് ഹൈഡ്രജൻ ആ പേര് ലഭിച്ചത്. ആ ഹൈഡ്രോജീനീസിന്റെ അർത്ഥം പഠിക്കുക. ജലം ഉണ്ടാകുന്നത്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നു. സൂര്യനിലും നക്ഷത്രങ്ങളൊക്കെ കാണപ്പെടുന്നു. ഇനി ഹൈഡ്രജന് നിറവും മണവും ഇല്ല. അപ്പൊ ഇത്രയും പോയിന്റ്സ് പഠിക്കുക. ഇനി ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ട് കാണപ്പെടുന്നു. അതായത് ഒരിക്കലും ഹൈഡ്രജൻ എച്ച് എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് കാണില്ല. അതിന്റെ കൂടെ ഒരു ഹൈഡ്രജൻ ആറ്റം കൂടി ഉണ്ട്. H2 എന്ന് പറഞ്ഞാണ് എപ്പോഴും കാണപ്പെടുക. ഓക്കെ, ഹൈഡ്രജൻ എപ്പോഴും H2 എന്ന് പറഞ്ഞാണ് കാണപ്പെടുക. ഹൈഡ്രജൻ ഒരിക്കലും എച്ച് എന്ന് മാത്രമായിട്ട് നിൽക്കില്ല. അത് നമ്മൾ ഇനി പഠിക്കും. ഓക്കെ, ഇനി ഹൈഡ്രജന് വായുവിനേക്കാൾ സാന്ദ്രത കുറവാണ്. അതുകൊണ്ടാണ് നമുക്കറിയാം പിള്ളേരുകൾ പെരുന്നാൾക്കും പൂരത്തിനൊക്കെ ഈ ഹൈഡ്രജൻ നിറച്ച ബലൂൺ വാങ്ങി കുറച്ചു നേരം കഴിയുമ്പോൾ ആ സാധനം എന്താ മുകളിലേക്ക് വിട്ട് കഴിഞ്ഞാൽ പറന്നു പോകും. അതെന്തുകൊണ്ടാ? വായുവിനേക്കാൾ സാന്ദ്രത കുറവായതുകൊണ്ടാണ്. ഇനി ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ലോഹങ്ങൾ, അതിപ്പോ ഏത് ലോഹം ആയിക്കോട്ടെ, ഇപ്പൊ സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ പുറത്തേക്ക് വരുന്ന വാതകം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ആണ്. അപ്പോ എല്ലാ ലോഹങ്ങള് ആസിഡായിട്ട്, നേർപ്പിച്ച ആസിഡുമായിട്ട് പ്രവർത്തിച്ച ലഭിക്കുന്ന വാതകം ഹൈഡ്രജൻ ആണ്. ഒറ്റ മിനിറ്റ്. ഓക്കെ, അപ്പോ നമ്മളിപ്പോ പറഞ്ഞത്
ലോഹങ്ങള് നേർപ്പിച്ച ആസിഡുമായിട്ട് പ്രവർത്തിച്ചാൽ ലഭിക്കുന്ന വാതകമാണ് ഹൈഡ്രജൻ. ലോഹങ്ങള് നേർപ്പിച്ച ആസിഡുമായിട്ട്, അതിപ്പോ സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത്, അത് എപ്പോഴും തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്, അവിടെ മെൻഷൻ ചെയ്യാൻ മറന്നുപോയി, പരീക്ഷയ്ക്ക് ഇട്ടുതരാം. സിങ്ക് ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്ത, ക്ലോറിൻ അല്ല ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത ഇപ്പൊ ലോഹങ്ങൾ, ഇപ്പൊ സിങ്ക് ഒരു ലോഹമാണെന്ന് നമുക്കറിയാം. സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് അവിടെ ലഭിക്കുന്ന വാതകം ഏതാന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ ആണ്. അതേപോലെ ഏത് ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായിട്ട് പ്രവർത്തിച്ചാൽ ലഭിക്കുന്ന വാതകം ഹൈഡ്രജൻ ആണ്. ഓക്കെ, ഇനി ഈ ഹൈഡ്രജന്റെ പ്രത്യേകത പോപ്പ് ശബ്ദത്തോടെ കത്തും. ഭയങ്കര സൗണ്ട് ആയിരിക്കും ഈ ഹൈഡ്രജൻ. അപ്പൊ ആ പോപ്പ് ശബ്ദത്തോടു കൂടി കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. പിന്നെ കലോറിഫിക് വാല്യൂ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഹൈഡ്രജൻ. കലോറിഫിക് വാല്യൂ ഏറ്റവും കൂടുതലുള്ളത്. ഓക്കെ, അതായത് ഒരു ഇന്ധനത്തിന്റെ യൂണിറ്റ് മാസ് പൂർണ്ണമായി ജ്വലിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന താപോർജ്ജത്തിന്റെ മൂല്യമാണ് ഈ കലോറിഫിക് വാല്യൂ. അതായത് അത്രയും എമൗണ്ട് കത്തുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇതാണ്, അതിനെ പറയണ പേരാണ്, അതിന്റെ ഒരു യൂണിറ്റ് ആണ് കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. അത് നിങ്ങൾ പഠിക്കണ്ട. കലോറിഫിക് വാല്യൂ ഏറ്റവും കൂടിയ ഇന്ധനം ഏതാന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ ആണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഹൈഡ്രജന് വായുവിനേക്കാൾ സാന്ദ്രത കുറവാണ്. അതുകൊണ്ടാണ് ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിൽ ഉയർന്നു പോകുന്നത്. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായിട്ട് പ്രവർത്തിച്ചാൽ ലഭിക്കുന്ന വാതകം ഹൈഡ്രജൻ. ഇനി കാലോറിഫിക് വാല്യൂ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ. ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? ഹൈഡ്രജൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ നമ്മൾ പറഞ്ഞു, ഹെൻറി കാവൻഡിഷ്. പിന്നെ ഹൈഡ്രോജീനിസ്, ജലം ഉണ്ടാകുന്ന എന്ന അർത്ഥമാണ് അതിന് വരുന്നത്. പിന്നെ അതിന് നിറോ മണോ ഒന്നും ഇല്ല. ഓക്കെ, പിന്നെ ഹൈഡ്രജൻ നമ്മുടെ ഈ ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തു വരുന്നത് ഹൈഡ്രജൻ വാതകമായിരിക്കും. കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനമാണ് ഹൈഡ്രജൻ. ഓക്കെ, ക്ലിയർ ആയി. പിന്നെ നമ്മൾ മുന്നേ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞതാണ് ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ 3 പറഞ്ഞിട്ടുണ്ട്. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം ഒക്കെ പറയുന്നുണ്ട്. അതൊന്നും ഞാൻ പിന്നെയും പറയണില്ല കേട്ടോ. ഓക്കെ, അതൊക്കെ ഇതിന്റെ ഭാഗത്തിൽ ഒന്നും കൂടി പഠിക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ, ഇനി ഹൈഡ്രജന്റെ കുറച്ച് ഉപയോഗങ്ങളാണ്. അമോണിയ NH3, ഇത് ശരിക്കും പറഞ്ഞാൽ NH അടിയിലാണ് 3 എഴുതേണ്ടത് കേട്ടോ. ഈ താഴെയാണ് NH3 എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, അമോണിയ, അതേപോലെ തന്നെ മെഥനോള്, ഈ പറഞ്ഞ NH3 അതേപോലെ മെഥനോള് എന്നിവയുടെ ഒക്കെ ഇത് CH3OH ആണ് കേട്ടോ. മെഥനോള് OH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കഹോളിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്. ഓക്കെ, അപ്പോ അമോണിയ, മെഥനോൾ എന്നിവയുടെ വ്യാവസായിക ഉൽപാദനത്തിനാണ് ഈ പറഞ്ഞ ഹൈഡ്രജൻ ഉപയോഗിക്കും. പിന്നെ ഇന്ധനമായിട്ട് ഉപയോഗിക്കും. പിന്നെ നമുക്കറിയാവുന്ന വനസ്പതി പോലുള്ള എണ്ണകൾ നിർമ്മിക്കാൻ, പൂരിത എണ്ണകൾ, സാച്ചുറേറ്റഡ് എണ്ണകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഇനി ലോഹ ഓക്സൈഡിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കുക, ഹൈഡ്രജൻ നിരോക്സികാരിയായി നമ്മൾ മെറ്റൽസിന്റെ കാര്യത്തിൽ അവിടെ മെൻഷൻ ചെയ്തതാണ്. ലോഹ ഓക്സൈഡിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കുക ഹൈഡ്രജൻ നിരോക്സികാരിയായി ഉപയോഗിക്കുന്നു. അപ്പൊ ഇതില് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു, അതേപോലെ വനസ്പതി പോലുള്ള പൂരിത എണ്ണകൾ നിർമ്മിക്കുന്നതിന്. ഈ 2 പോയിന്റ് ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടേക്കണത് കേട്ടോ. ഓക്കെ, അടുത്തത് ഹൈഡ്രജൻ ഒരു ഇന്ധനമായി ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള മേന്മ. നമ്മൾ പറഞ്ഞു ഹൈഡ്രജൻ ഒരു ഇന്ധനമായിട്ട് ഉപയോഗിക്കാവുന്ന സാധനമാണ്. ഇനി അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ട്, നമ്മുടെ അടുത്തത് പറയും. അപ്പോ ഹൈഡ്രജൻ ഒരു ഇന്ധനമായി ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള മേന്മ എന്താ? ഈ പറഞ്ഞ ഹൈഡ്രജൻ വായുവിൽ ജലിക്കുന്നതിന്റെ ഫലമായി, അതായത് ഹൈഡ്രജൻ ഇപ്പോ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത വായുവിൽ കത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവുള്ളൂ? അവിടെ ജലാണ് ഉണ്ടാവുള്ളൂ. ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ വാട്ടർ ആണ് കിട്ടണത്. അപ്പൊ അവിടെ എന്താ, മലിനീകരണ സാധ്യത വളരെ കുറവാണ്. അതാണ് ഒന്നാമത്തെ മേന്മ. ഹൈഡ്രജൻ വായുവിൽ ജ്വലിക്കുന്നതിന്റെ ഫലമായി ജലം ഉണ്ടാകുന്നതിനാൽ ഹൈഡ്രജൻ ഒരു ഇന്ധനമായി ഉപയോഗിക്കുന്നതിന് മലിനീകരണ സാധ്യത കുറവാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഹൈ കലോറിക മൂല്യമുള്ള ഒരു സാധനമാണ് ഹൈഡ്രജൻ. പക്ഷെ നമ്മുടെ ഗാർഹിക ഇന്ധനമായിട്ട് നമ്മൾ ഹൈഡ്രജൻ ഉപയോഗിക്കാറില്ല. അതിന് കാരണം നേരത്തെ നമ്മൾ പറഞ്ഞു, പോപ്പ് ശബ്ദത്തോടു കൂടി കത്തുന്ന ഒരു വാതകമാണ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞു. അപ്പൊ അതിന് ഭയങ്കര സ്ഫോടന സാധ്യത കൂടുതലാണ് ഹൈഡ്രജൻ. അതുപോലെ ഹൈഡ്രജൻ അങ്ങനെ സംഭരിച്ചു വെക്കാനും വിതരണം ചെയ്യാനും ഒക്കെ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഗാർഹിക ഇന്ധനമായിട്ട് ഹൈഡ്രജനെ ഉപയോഗിക്കാത്തത്. ഈ 2 പോയിന്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുറെ പ്രാവശ്യം PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഹൈഡ്രജൻ സ്ഫോടനത്തോടെ കത്തുന്ന വാതകമാണ്. ഹൈഡ്രജൻ സംഭരിച്ചു വെക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും പ്രയാസമാണ്.
ഓക്കെ. പിന്നെ ഹൈ കലോറിഫിക് വാല്യൂ ഉള്ള ഇന്ധനം ഏതാന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണെന്ന് പഠിക്കാം. ഓക്കെ. ഹൈഡ്രജൻ ക്ലിയർ ആണോ? ഇതിൽ ഒരു പോയിന്റ് പോലും വിടാനില്ല കേട്ടോ. ക്ലിയർ ആയോ ഹൈഡ്രജൻ? അടുത്തേക്ക് പോട്ടെ. എല്ലാ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, എപ്പോഴും ചോദിക്കണതാണ്. ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ പറയാം, നിങ്ങൾ അതിന്റെ ആൻസർ പറയണേ. ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്നും പുറത്തു വരുന്ന വാതകത്തിനു നേരെ എരിയുന്ന തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും വാതകം ശബ്ദത്തോടു കൂടെ കത്തുകയും ചെയ്തു. ഏത് വാതകമാണെന്ന് ആൻസർ പറഞ്ഞേ. ഹൈഡ്രജൻ ആണ് കേട്ടോ. ഇത് ഒരു വട്ടം ഗാദി ബോർഡിന്റെ പ്രിലിംസിന് സ്റ്റേജ് 3 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി കേൾക്കാം. ഇത് പോലീസ് കോൺസ്റ്റബിളിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോളോ സ്പേസ് പ്രോഗ്രാമിൽ ഉപയോഗിച്ച മൂലകത്തിന്റെ ജ്വലന ഫലമായി ഉണ്ടാകുന്ന ഊർജം ഭാവിയിലേക്കുള്ള ഇന്ധനമായി കണക്കാക്കപ്പെടുന്നു. പ്രസ്തുത മൂലകം ഏത്? ഇത് പോലീസ് കോൺസ്റ്റബിൾ IRBയുടെ പോലീസ് കോൺസ്റ്റബിളിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്നിട്ട് ആൻസർ അതിൽ അവരൊരു കോഡ് തന്നിട്ടുണ്ട്, ഭാവിയിലേക്കുള്ള ഇന്ധനം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാ ആൻസർ? ആരൊന്നും പറയണില്ലല്ലോ. എന്നിട്ട് ആൻസർ ഹൈഡ്രജൻ. ഹൈഡ്രജൻ ആണ്. ഓക്കെ 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 ഓക്കെ. അപ്പോ ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞതാണ്, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകമായിട്ട് റിയാക്ട് ചെയ്ത ഹൈഡ്രജൻ ഉണ്ടാവും, അല്ലെങ്കിൽ ലോഹങ്ങൾ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജൻ വാതകം റിലീസ് ചെയ്യും. ഇതൊക്കെ എപ്പോഴും ചോദിക്കണതാണ് കേട്ടോ. ഓക്കെ, അടുത്ത ഒരു നോൺ മെറ്റലിലേക്ക് നമുക്ക് പോവാം. അത് കാർബൺ ആണ്. ഓക്കെ, കാർബൺ. ഈ കാർബണ് കുറെ അലോട്രോപ്സ് ഉണ്ട്. അലോട്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം തന്നെ പല രൂപത്തിൽ കാണപ്പെടുന്നതിനെയാണ് അലോട്രോപ്സ് എന്ന് പറയുന്നത്. ഒരേ സാധനം തന്നെ, കാർബൺ എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ പല രൂപത്തിൽ കാണപ്പെടുന്നതിനെയാണ് നമ്മൾ അലോട്രോപ്സ് എന്ന് പറയാ. വ്യത്യസ്ത ഭൗതിക ഗുണങ്ങളോട് കൂടിയ ഒരു മൂലകത്തിന്റെ തന്നെ വിവിധ രൂപങ്ങൾ, ഒരു മൂലകം തന്നെ പല രൂപത്തിൽ കാണപ്പെടുന്നതിനെ പറയുന്ന പേരാണ് അലോട്രോപ്സ്. ഇത് ഇമ്പോർട്ടന്റ് ആട്ടാ. വ്യത്യസ്ത ഭൗതിക ഗുണങ്ങളോട് കൂടിയ ഒരു മൂലകം തന്നെ പല രൂപത്തിൽ കാണപ്പെടുന്നതിനെയാണ് നമ്മൾ അലോട്രോപ്സ് എന്ന് പറയാ. ഒരു മൂലകം വ്യത്യസ്ത ഭൗതിക ഗുണങ്ങൾ കാണിക്കുന്ന പ്രതിഭാസത്തിന്, ഈ പ്രതിഭാസത്തിനെ പറയണ, ഒരു മൂലകം തന്നെ പല വ്യത്യസ്തമായിട്ടുള്ള ഭൗതിക ഗുണങ്ങൾ കാണിക്കണേനുള്ള ഈ പ്രതിഭാസത്തിനെ പറയണ പേരാണ് രൂപാന്തരത്വം, അല്ലെങ്കിൽ അലോട്രോപ്പി എന്ന് പറയുന്ന സാധനം. ഇനി ഈ കാർബണിന്റെ രൂപാന്തരങ്ങൾ രണ്ടായിട്ടാണ് തിരിച്ചേക്കണത്. ഒന്ന് ക്രിസ്റ്റലീയോ, രണ്ട് അമോർഫസ്. ഇമ്പോർട്ടന്റ് ആണ് കാർബണിന്റെ രണ്ട് രീതിയിലുള്ള രൂപാന്തരങ്ങൾ. അതായത് ഒരേ സാധനം തന്നെ കാർബൺ, ഇപ്പൊ ഇവിടെ നമ്മുടെ എക്സാമ്പിൾ ആയിട്ട് കാർബൺ ആണ് പറയണത്. ഓക്കെ, അപ്പൊ ഒരേ സാധനം തന്നെ പല രൂപത്തിൽ കാണപ്പെടുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ വെള്ളത്തിന്റെ കേസ് നമുക്ക് പറയാം. വെള്ളം ഐസായിട്ട് കാണപ്പെടാം, നീരാവിയായിട്ട് കാണപ്പെടാം, സാധനം ഒന്ന് തന്നെയാണ്, വാട്ടർ തന്നെയാണ്. അത് പല ഫോമില്, ഫിസിക്കൽ ഫോമിൽ കാണപ്പെടുന്നതിനെയാണ് നമ്മൾ അലോട്രോപ്സ് എന്ന് പറയാം. അപ്പൊ ഈ കാർബൺ എന്ന് പറഞ്ഞ സാധനത്തിന്റെ അലോട്രോപ്സ് ആണ് നമ്മൾ ഇവിടെ പഠിക്കണത്. അപ്പൊ കാർബൺ രൂപാന്തരങ്ങൾ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കണത്. ഒന്ന് ക്രിസ്റ്റലീയോ, രണ്ട് അമോർഫസ്. ഇനി നിശ്ചിത ജാമതീയ ആകൃതിയുള്ള രൂപാന്തരങ്ങളെയാണ് ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ. നിശ്ചിത ഷേപ്പും ജാമതീയ ഒരു ഷേപ്പ് ഒക്കെ ഉണ്ടാവും. അത് നിങ്ങൾക്ക് എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും. ക്രിസ്റ്റലീയ രൂപാന്തരത്തിന് ഒരു എക്സാമ്പിൾ ആണ് ഡയമണ്ട്. അതിന് കൃത്യമായിട്ടൊരു ആകൃതി, ഒരു ജാമതീയ ആകൃതി ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ കാർബണിന്റെ രൂപാന്തരങ്ങൾ രണ്ടായിട്ടാണ് തിരിച്ചേക്കണത്. ഒന്ന് ക്രിസ്റ്റലീയോ, രണ്ട് അമോർഫസും. ഇനി ഈ എക്സാമ്പിളുകൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ കാർബണിന്റെ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ അല്ലാത്തതേത്, ആയതേത് എന്നൊക്കെ ചോദിക്കും. അതേപോലെ താഴെ തന്നിരിക്കുന്നവയിൽ കാർബണിന്റെ അമോർഫസ് രൂപാന്തരങ്ങളിൽ പെടുന്നത് ഏത്, പെടാത്തത് ഏതാന്നൊക്കെ ചോദിക്കും. അപ്പൊ കാർബണിന്റെ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങളാണ് ഒന്ന് വജ്രം, പഠിക്കുക, രണ്ട് ഗ്രാഫൈറ്റ്, മൂന്ന് ഫുള്ളറിൻ, നാല് ഗ്രഫീൻ. അപ്പൊ ഇതാണ് ക്രിസ്റ്റലീയ രൂപാന്തരം ഒരു കാർബണിന്റെ. അപ്പൊ ഇതിന് കൃത്യമായ ഒരു ജാമതീയ ആകൃതിയൊക്കെ ഉണ്ട്, ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചർ പോലെയൊക്കെ ഉള്ളതാണ്, ഒരു 3 ഡയമെൻഷനൽ രീതിയിലാണ് ഇതുള്ളത്.
അപ്പോ ഈ ഇതിന്റെ എക്സാമ്പിൾ ആണ് ഇമ്പോർട്ടന്റ്. ഏതൊക്കെയാണ്? വജ്രം ഉണ്ട്, ഗ്രാഫൈറ്റ് ഉണ്ട്, ഫുള്ളറിൻ ഉണ്ട്, ഗ്രഫിൻ. ഈ 4 എണ്ണാണ് കാർബണിന്റെ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി കാർബണിന്റെ അമോർഫസ് രൂപാന്തരങ്ങൾക്ക് എക്സാമ്പിൾ ആണ് ചാർക്കോള്, കോക്ക്, വിളക്കുകരി, കൽക്കരി ഒക്കെ. മെയിൻ ആയിട്ട് ഈ കരി പോലത്തെ സാധനം, ഈ കൽക്കരി, അതേപോലെ തന്നെ കോക്ക്, ചാർക്കോള്, വിളക്കുകരി, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? അമോർഫസ് കാർബണിന്, അമോർഫസ് രൂപാന്തരത്തിന് എക്സാമ്പിൾ ആണ് ചാർക്കോള്, കോക്ക്, വിളക്കുകരി, കൽക്കരി. ഓക്കെ, അപ്പൊ 2 രീതിയിലുള്ള അലോട്രോപ്സ് കാർബണിന്റെ കേസിലുണ്ട്. ഒന്ന് ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ, 2 അമോർഫസ് രൂപാന്തരങ്ങൾ. രണ്ടിന്റെയും എക്സാമ്പിൾ പഠിക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലെ തന്നെ ഓരോ അലോട്രോപ്സിനെ പറ്റിയും നമുക്ക് പഠിക്കാനുണ്ട്. വജ്രത്തെ പറ്റിയും ഗ്രാഫൈറ്റിനെ പറ്റിയും ഫുള്ളറിൻ, ഗ്രഫിൻ, ഇതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ആദ്യം തന്നെ നമ്മൾ പഠിക്കണത് ഡയമണ്ടിനെ പറ്റിയാണ് കേട്ടോ. ഡയമണ്ട് ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? അടുത്തേക്ക് പോട്ടെ. ഓക്കെ, ഓക്കെ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഡയമണ്ടിനെ പറ്റി പഠിക്കാം. കുറച്ച് കാര്യങ്ങളാണ്, കുറെയൊക്കെ നിങ്ങൾക്ക് അറിയണതാണ് ഡയമണ്ടിന്റെ കാര്യങ്ങള്. പ്രകൃതിയിൽ കാണപ്പെടുന്ന ഏറ്റവും കാഠിന്യം കൂടിയ പദാർത്ഥമാണ് ഡയമണ്ട്. പ്രകൃതി കാണപ്പെടുന്ന ഏറ്റവും കാഠിന്യം കൂടിയ പദാർത്ഥം. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ വജ്രം മെയിൻ ആയിട്ട് നമുക്കറിയാം, ഒന്ന് ആഭരണം ഉണ്ടാക്കാനും ഗ്ലാസ് നിർമ്മാണം, ഗ്ലാസ് മുറിക്കാനൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഗ്ലാസിന്റെ കട്ടിങ്ങിന് വേണ്ടിയിട്ട്. കാര്യം കാഠിന്യം കൂടിയ പദാർത്ഥമാണല്ലോ. അതുകൊണ്ട് മെയിൻ ആയിട്ട് വജ്രം ഉപയോഗിക്കുന്നത് ആഭരണ നിർമ്മാണത്തിനും ഗ്ലാസ് നിർമ്മാണത്തിനും ഒക്കെയാണ്. ഗ്ലാസ് നിർമ്മാണം എന്ന് ചിലയിടത്ത് കാണാം, ചിലയിടത്ത് ഗ്ലാസ് കട്ടിങ് എന്ന് കാണാം കേട്ടോ. ഇനി അപ്പൊ ഈ വജ്രത്തിന്റെ സവിശേഷതകളാണ് അതിലും ഇമ്പോർട്ടന്റ്. കാഠിന്യം വളരെ കൂടുതലാണ്, അത് നമുക്കറിയണ കാര്യമാണ്. ഇനി ഉയർന്ന താപചാലകതയാണ്, അത് നമുക്കറിയാം. പെട്ടെന്നൊന്നും ഡയമണ്ടിന് ഉരുക്കിയാലൊന്നും ഉരുകൊന്നുമില്ല. ഉയർന്ന അപവർത്തനാങ്കാണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ നമ്മൾ ഫിസിക്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഓക്കെ, പിന്നെ വൈദ്യുതിനെ കടത്തി വിടുന്നില്ല. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വൈദ്യുതിയെ കടത്തി വിടുന്നു, ഇത് പ്രസ്താവന രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്നവയിൽ ഡയമണ്ടിന്റെ സവിശേഷത അല്ലാത്തത് ഏതാണെന്നും പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. ആയത് ഏതെന്നും പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ കൊടുക്കുക, തെറ്റിക്കാൻ വേണ്ടി കൊടുക്കും. വജ്രം വൈദ്യുതിയെ കടത്തി വിടും എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പൊ വജ്രത്തിന്റെ ശ്രദ്ധിക്കുക, വൈദ്യുതിയെ കടത്തി വിടുന്നില്ല. വജ്രം വൈദ്യുതിയെ കടത്തി വിടുന്നില്ല. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ കാഠിന്യം വളരെ കൂടുതലാണ്, വൈദ്യുതിയെ കടത്തി വിടുന്നില്ല, ഉയർന്ന താപചാലകതയാണ്, അതേപോലെ ഉയർന്ന അപവർത്തനാങ്കാണ് കേട്ടോ. ഓക്കെ, ഇത്രയാണ് വജ്രത്തെ പറ്റി മെയിൻ ആയിട്ട് പഠിക്കേണ്ട. ഇനി 2-3 കാര്യങ്ങളും കൂടി പഠിക്കണം. രാസപരവും ഘടനാപരവുമായി ശുദ്ധിയുള്ള വജ്രം സുതാര്യവും നിറമില്ലാത്തവയായിരിക്കും. നമുക്ക് അറിയണ കാര്യമാണ്. നമ്മൾ കാണുന്ന വജ്രത്തിന് ട്രാൻസ്പെറന്റ് ആണ്, അതേപോലെ നിറം എന്ന് പറഞ്ഞ ഒരു സിൽവർ എന്ന് പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് അറിയാലോ ഡയമണ്ട് കളർ, നിറമില്ലാത്തതും ആയിരിക്കും. ഇനി ബോറോണിന്റെ സാന്നിധ്യം, ബോറോണിന്റെ പ്രസൻസ് വജ്രത്തിന് ഉണ്ടെങ്കിൽ കൊടുക്കണ നിറമാണ് നീല. ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പിവൈക്കുമാണ്. ബോറോണിന്റെ സാന്നിധ്യം വജ്രത്തിന് നൽകുന്ന നിറം നീലയാണ്. നൈട്രജൻ ആണെങ്കിൽ വജ്രത്തിന് മഞ്ഞ കളറാണ് കൊടുക്കുക. ഇനി വജ്രത്തിന്റെ തിളക്കത്തിനാണ്, ഇത് ഫിസിക്സിൽ ചോദിച്ചിട്ടുണ്ട്, പൂർണ്ണാന്തര പ്രതിഫലനം, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഓക്കെ, ഇനി വജ്രം വ്യാജമാണോ എന്ന് നിർണ്ണയിക്കാൻ പ്രയോജനപ്പെടുത്തുന്നത് വജ്രത്തിന്റെ താപചാലകത, തെർമൽ കണ്ടക്ടിവിറ്റി യൂസ് ചെയ്തിട്ടാണ് വജ്രം ഒറിജിനൽ ആണോ അതോ ഫേക്ക് ആണോ എന്ന് കണ്ടുപിടിക്കണത്. അപ്പോ ബോറോണിന്റെ സാന്നിധ്യം വജ്രത്തിന് നൽകുന്ന നിറം നീലയാണ്. നൈട്രജൻ ആണെങ്കിൽ മഞ്ഞ നിറമാണ് നൽകുക. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം പൂർണ്ണാന്തര പ്രതിഫലനം. വജ്രം വ്യാജമാണോ എന്ന് നിർണ്ണയിക്കാൻ പ്രയോജനപ്പെടുത്തുന്നത് വജ്രത്തിന്റെ താപചാലകത. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? എല്ലാ പോയിന്റും ഇതിൽ ഇമ്പോർട്ടന്റ് ആട്ടാ, ഒന്നും വിട്ടുകളയാനില്ല. ഓക്കെ, ആ വൈദ്യുതിനെ കടത്തി വിടുന്നില്ല എന്നൊക്കെ ഉള്ളത് തെറ്റാണ്ട് പഠിക്കുക കേട്ടാ. ഇനി അടുത്തതാണ് നമ്മള് അടുത്ത ഒരു ടൈപ്പ് അലോട്രോഫ് നമ്മൾ പറഞ്ഞിരുന്നു, ഗ്രാഫൈറ്റ്. ഇനി ഗ്രാഫൈറ്റിനെ പറ്റിയാണ് പറയണത് കേട്ടോ.
ഗ്രാഫൈറ്റ്. കാർബണിന്റെ അടുത്തൊരു ഫോം അലോട്രോപ്പ് ആണ് ഗ്രാഫൈറ്റ്. കാർബണിന്റെ ഏറ്റവും മൃദുവായ ക്രിസ്റ്റലീയ രൂപാന്തരം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കാർബണിന്റെ ഏറ്റവും മൃദുവായ ക്രിസ്റ്റലീയ രൂപാന്തരം ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഗ്രാഫൈറ്റ് ആണ്. പാളികൾക്ക് പരസ്പരം തെന്നി മാറാൻ കഴിവുള്ളതിനാൽ ഗ്രാഫൈറ്റ് സ്നേഹകമായി ഉപയോഗിക്കുന്നു. സ്നേഹകം അല്ലെങ്കിൽ ലൂബ്രിക്കന്റ് എന്നൊക്കെ പറയണത് പല രീതിയിലുണ്ട്. ചിലപ്പോ നമ്മുടെ ഈ ഗ്രീസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ചില എണ്ണകള് അതൊക്കെ നമ്മൾ ലൂബ്രിക്കന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ മെഷീനറീസ് ഒക്കെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു തയ്യൽ മെഷീൻ ഉണ്ട്, അത് ടൈറ്റ് ആയി എന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചതിൽ ഓയിൽ പോലത്തെ സാധനം ആ തയ്യൽ മെഷീൻ ഒഴിക്കണ സാധനം ഒഴിക്കൂല. അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ മെഷീനറീസ് ടൈറ്റ് ആയി കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് ഗ്രീസോ അതിന്റെ ഓയിലുകളൊക്കെ ഉപയോഗിക്കില്ലേ, അതിനെയാണ് നമ്മൾ ഈ ലൂബ്രിക്കന്റ് എന്ന് പറഞ്ഞ സാധനം കേട്ടോ. അപ്പോ പാളികൾക്ക് പരസ്പരം തെന്നിമാറാൻ കഴിവുള്ളതിനാൽ ഗ്രാഫൈറ്റിനെ സ്നേഹകമായിട്ട് ഉപയോഗിക്കുന്നു. ഇതാണ് പഠിക്കേണ്ടത്. ഗ്രാഫൈറ്റ് സ്നേഹകമായിട്ട് ഉപയോഗിക്കും. ആ സ്നേഹകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ഖരാവസ്ഥയിലുള്ള സ്നേഹകമാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ഓയിലുകള് അങ്ങനെയുള്ള സാധനമൊക്കെ നമുക്കറിയാം ലിക്വിഡ് ആണെന്ന്. ഇതെന്ന് പറഞ്ഞാൽ സോളിഡ് അവസ്ഥയിലുള്ള ഒരു സ്നേഹകമാണ് ഈ പറഞ്ഞ ഗ്രാഫൈറ്റ്. ഇനി ഗ്രാഫൈറ്റിന്റെ നിറം ഇമ്പോർട്ടന്റ് ആണ്, ചാര നിറം. ഗ്രാഫൈറ്റ് ബാഷ്പീകരണ സ്വഭാവം ഇല്ല. അതായത് ഇങ്ങനെ ആവിയായിട്ട് വേപ്പറായിട്ട് പോണ ഒരു സ്വഭാവം ഗ്രാഫൈറ്റിന് ഇല്ല. മെയിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കണ പെൻസിലിന്റെ ലെഡ് ഉണ്ടാക്കാനാണ് ഈ സാധനം ഉപയോഗിക്കുക. അതേപോലെ ഡ്രൈ സെൽ ബാറ്ററിയിൽ ഇലക്ട്രോഡുകൾ നിർമ്മിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കും. അപ്പൊ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. കാർബണിന്റെ ഏറ്റവും മൃദുവായ ക്രിസ്റ്റലീയ രൂപാന്തരമാണ്. ഖരാവസ്ഥയിലുള്ള സ്നേഹകമായിട്ട് ഉപയോഗിക്കുന്നു. പെൻസിലിന്റെ ലെഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ഡ്രൈ സെല്ലിന്റെ ഇലക്ട്രോഡ് നിർമ്മിക്കാൻ. പിന്നെ ചാര നിറാണ്. ഗ്രാഫൈറ്റിന് ബാഷ്പീകരണ സ്വഭാവം ഇല്ല. ക്ലിയർ അല്ലേ? ഒന്ന് വായിച്ചാൽ കിട്ടുന്ന പോർഷൻ ആണ്, പക്ഷെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ അല്ലേ? ഫാസ്റ്റ് ആവണ്ട, അടുത്തേക്ക് പോട്ടെ. ഓക്കെ ഓക്കെ, അടുത്തെടുക്കാം. രണ്ട് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻസർ നിങ്ങൾ പറയണേ. ക്രിസ്റ്റൽ ആകൃതിയില്ലാത്ത കാർബൺ രൂപാന്തരങ്ങളെ അമോർഫസ് കാർബൺ എന്ന് പറയുന്നു. തന്നിരിക്കുന്നവയിൽ അമോർഫസ് കാർബണിന് ഉദാഹരണം അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ കോക്ക്, ഓപ്ഷൻ ബി ഗ്രാഫൈറ്റ്, ഓപ്ഷൻ സി കൽക്കരി, ഓപ്ഷൻ ഡി മരക്കരി. ഏതാണ് ആൻസർ? ഏത് ഓപ്ഷനാ? ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് കേട്ടോ. ഇത് LDCയുടെ ഒരു ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിന്റെ LDCയിൽ ചോദിച്ചേക്കണതാണ് കേട്ടോ. ഓക്കെ, ഇനി ഡയമണ്ടിനെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നേക്കണമെന്ന് നമുക്ക് നോക്കാം. വജ്രത്തെ കുറിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏവ? കാർബണിന്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരമാണ് വജ്രം. ശരിയാണോ? ശരിയാണ്. അടുത്ത ശരിയാണ്. ഓക്കെ, അടുത്തൊരു സ്റ്റേറ്റ്മെന്റ്, വജ്രം വൈദ്യുത ചാലകമാണ്. ശരിയാണോ? അല്ല. വൈദ്യുതിനെ കടത്തിവിടുന്നില്ല. കടത്തി വിടുന്നില്ല. ഇനി അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ്, വജ്രത്തിന് ഉയർന്ന താപചാലകതയുണ്ട്. ശരിയോ തെറ്റോ? ശരിയാണ്. ഇനി അടുത്തത്, വജ്രത്തിന് താഴ്ന്ന അപവർത്തനാങ്കമാണ് ഉള്ളത്. അല്ല. ഉയർന്ന അപവർത്തനാങ്കാണെന്ന് നമ്മള് പറഞ്ഞിരുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ 1 and 3 ആണ് ശരിയായിട്ടുള്ളത്. ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഈ ഭാഗത്തുനിന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അടുത്തൊരു നോൺ മെറ്റൽ നമുക്ക് പഠിക്കാം. അത് ഗ്രഫീൻ ആണ്. അടുത്തത് ഒരു ക്രിസ്റ്റലി ഫോം ആയിട്ടുള്ള സാധനമാണ് ഗ്രഫീൻ. ഇനി ദ്വിമാന ഷഡ്ഭുജാകൃതിയിലുള്ള കാർബൺ വളയങ്ങൾ ചേർന്ന പാളികളാണ്. അതിന്റെ ഷേപ്പ് പറയണത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഇനി ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഗ്രാഫൈറ്റിന്റെ ഒരു പാളിക്ക് സമാനമാണ് ഗ്രഫീൻ എന്ന് പറഞ്ഞ സാധനം. ഗ്രാഫൈറ്റിന്റെ നമ്മൾ നേരത്തെ പഠിച്ച ഗ്രാഫൈറ്റിന്റെ ഒരു പാളിക്ക് സമാനമാണ് ഗ്രഫീൻ. ഇമ്പോർട്ടന്റ് ആണ്. ഇനി
അടുത്തത് നമ്മുടെ ഒരു സാധനം പഠിക്കും ഫുള്ളറിൻ. അപ്പൊ ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ തുടങ്ങിയ കാർബൺ രൂപാന്തരങ്ങളുടെ അടിസ്ഥാന യൂണിറ്റ് ആണ് ഗ്രഫീൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒരു ഗ്രാഫൈറ്റിന്റെ ഒരു പാളിക്ക് സമാനാണ് ഗ്രഫീൻ. ഈ 2 പോയിന്റ് പഠിക്കണേ. ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ തുടങ്ങിയ കാർബൺ രൂപാന്തരങ്ങളുടെ അടിസ്ഥാന യൂണിറ്റും കൂടിയാണ് ഗ്രഫീൻ. ഇനി ഗ്രഫീന്റെ കുറച്ച് സവിശേഷതകളാണ്. സ്റ്റീലിന്റെ 200-1 ഭാരമാണ് ഇതിനുള്ളത്. അലുമിനിയത്തിന്റെ 5-1 ഭാരം. ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല, പഠിക്കേണ്ടത് ടെക്സ്റ്റിലുള്ളതുകൊണ്ട് ഞാൻ ഇട്ടുന്നുള്ളൂ. ഇതാണ് ഇമ്പോർട്ടന്റ്. ഉയർന്ന വൈദ്യുത ചാലകതയും ഉയർന്ന താപചാലകതയാണ് ഇതിനുള്ളത്. അപ്പൊ ഗ്രഫീന് വൈദ്യുതിനെ കടത്തിവിടും. ഉയർന്ന വൈദ്യുത ചാലകതയും ഉയർന്ന താപചാലകതയാണ് ഉള്ളത്. ഓക്കെ, ഉയർന്ന വൈദ്യുത ചാലകതയും ഉയർന്ന താപചാലകതയും ഉള്ളതാണ് ഗ്രഫീൻ. ഗ്രാഫൈറ്റിന്റെ ഒരു പാളിക്ക് സമാനമാണ് ഗ്രഫീൻ. പിന്നെ ഇതും ഇമ്പോർട്ടന്റ്, നാനോ ടെക്നോളജി രംഗത്ത് വൻ വിപ്ലവം ഉണ്ടാക്കാൻ കഴിയുന്ന പദാർത്ഥമാണ് ഗ്രഫീൻ എന്ന് പറഞ്ഞ സാധനം. അപ്പൊ ഉയർന്ന വൈദ്യുത ചാലകത ഉണ്ട്, ഉയർന്ന താപചാലകതയുണ്ട്. നാനോ ടെക്നോളജി രംഗത്ത് വൻ വിപ്ലവം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പദാർത്ഥം കൂടിയാണ് ഈ പറഞ്ഞ ഗ്രഫീൻ എന്ന് പറയുന്ന സാധനം. ഓക്കെ, അപ്പൊ ഉയർന്ന താപചാലകത, ഉയർന്ന വൈദ്യുത ചാലകത, നാനോ ടെക്നോളജി രംഗത്ത് യൂസ് ചെയ്യുന്നു. ഇനി ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ തുടങ്ങിയ കാർബൺ രൂപാന്തരങ്ങളുടെ അടിസ്ഥാന യൂണിറ്റും കൂടിയാണ് ഗ്രഫീൻ എന്ന് പറയുന്നത്. അടുത്തതാണ് ഫുള്ളറിൻ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ മെയിൻ ആയിട്ട് ക്രിസ്റ്റൽ ആകൃതിയിലുള്ള 4 എണ്ണമാണ് ഡിസ്കസ് ചെയ്തത്. വജ്രം, ഗ്രാഫൈറ്റ്, ഗ്രഫീൻ, ഫുള്ളറിൻ. ഇനി ഫുള്ളറിൻ ആണ് പറയാൻ പോണത്. അപ്പൊ ഇങ്ങനെയെങ്കിലും ഓർത്ത് വെച്ച് പഠിക്കുക. നമ്മൾ ഇതിനെ പറ്റി അധികം ഡിസ്കസ് ചെയ്യണം. കൽക്കരി ഇന്നാള് ഞാൻ പറഞ്ഞു തോന്നുന്നു കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഈ 4 കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കണത് കേട്ടോ, ക്രിസ്റ്റലിൻ ഫോമിന്റെ. ഓക്കെ, ഇനി അടുത്തതാണ് ഫുള്ളറിൻ എന്ന് പറഞ്ഞ സാധനം. പഞ്ചഭുജാകൃതിയിലും ഷഡ്ഭുജാകൃതിയിലുള്ള വലയങ്ങൾ ചേർന്ന പൊള്ളയായ ഗോളീയ രൂപാന്തരം. ഇതിൽ പഠിക്കേണ്ടത് ഒരു ഗോളീയ രൂപാന്തരമാണ് ഫുള്ളറിൻ. ഒരു ഫുട്ബോൾ പോലെയൊക്കെയുള്ള ഒരു ഷേപ്പ്. അതുകൊണ്ട് തന്നെ ഇതിനെ പറയുന്ന പേര് ബക്കി ബോൾസ് എന്ന് വിളിക്കപ്പെടുന്ന കാർബണിന്റെ രൂപാന്തരമാണ് ഫുള്ളറിൻ, ബക്കി ബോൾസ്. ഓക്കെ, ഇനി കാർബൺ നാനോ ട്യൂബായിട്ട് ഇത് ഉപയോഗിക്കുന്നത് ഈ സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറിൻ ആണ്. കാർബൺ നാനോ ട്യൂബ്, അത് നാനോ ടെക്നോളജി ആയിട്ട് ഒക്കെ ബന്ധപ്പെട്ട സാധനമാണ്. അത് കാർബൺ നാനോ ട്യൂബുകളായിട്ട് ഉപയോഗിക്കുന്നത് സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറിൻ ആണ്. ഇനി ഈ ബക്കി ട്യൂബ്സ് എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞ നാനോ ട്യൂബാണ്. ഓക്കെ, ഇനി ഈ പറഞ്ഞ നാനോ ട്യൂബുകള് ആശയവിനിമയ വിദ്യയിലൊക്കെ, ഈ വിവരവിനിമയ വിദ്യയില് വിപ്ലവം സൃഷ്ടിക്കാനായിട്ട് കഴിയുന്ന ഒരു സാധനമാണ് ഈ പറഞ്ഞ ഈ ഫുള്ളറിൻ എന്നുള്ളത്. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് മെയിൻ ആയിട്ട് ഇത് വിവരവിനിമയ സാങ്കേതിക വിദ്യ കേട്ടോ, വിവരവിനിമയ സാങ്കേതിക വിദ്യ. ഓക്കെ, ഈ ഇവിടെ പഠിക്കേണ്ടത് ബക്കി ബോൾസ് എന്ന് വിളിക്കപ്പെടുന്ന കാർബണിന്റെ രൂപാന്തരം ഏതാന്ന് ചോദിച്ചാൽ അത് ഫുള്ളറിൻ ആണ്. പൊള്ളയായ ഗോളീയ രൂപാന്തരമുള്ള കാർബണിന്റെ അലോട്രോപ്പ് ചോദിച്ചാൽ അത് പഠിക്കുക. ഇത് രണ്ടാണ് മെയിൻ ആയിട്ട് ഇവിടെ പഠിക്കേണ്ടത് കേട്ടോ. പൊള്ളയായിട്ടുള്ള ഗോളീയ രൂപാന്തരമാണ്. ബക്കി ബോൾസ് എന്ന് വിളിക്കപ്പെടുന്ന കാർബണിന്റെ രൂപാന്തരമാണ്. പിന്നെ കാർബൺ നാനോ ട്യൂബുകൾ ഉപയോഗിക്കുന്നത് സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറിൻ, അറിഞ്ഞു വെച്ചാൽ മതി കേട്ടോ. പിന്നെ ബക്കി ട്യൂബ്സ് എന്ന് പറയുന്നത് നാനോ ട്യൂബ്സ്, ജസ്റ്റ് പഠിച്ചാൽ മതി. ഇത് രണ്ടാണ് ഇമ്പോർട്ടന്റ്. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇത് കാർബണിന്റെ പല ഫോമുകളാണ് കേട്ടോ. സംഭവം കാർബൺ തന്നെയാണ്, പക്ഷെ ഇത് കാർബണിന്റെ പല ഫോമിലുള്ള സാധനങ്ങളെയാണ് നമ്മൾ ഈ പറഞ്ഞ അലോട്രോപ്സ് എന്ന് പറയുന്നത്. ആ അലോട്രോപ്സിന്റെ ഡെഫിനിഷൻ പഠിക്കണേ. ഇനി നമ്മൾ കുറച്ച് കാർബൺ സംയുക്തങ്ങളെ പറ്റി പഠിക്കാണ്. കാർബണോ കാർബണിക സംയുക്തങ്ങളോ വായുവിൽ കത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന സംയുക്തമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇവിടെ CO2 ആണ് കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ് CO2 എന്നാണ് പറയണത്. ഓക്കെ, അപ്പൊ ഇനി കാർബൺ ഡൈ ഓക്സൈഡ്, കാർബണോ അല്ലെങ്കിൽ കാർബണിന്റെ സംയുക്തങ്ങളോ വായുവിൽ കത്തുമ്പോൾ ഉണ്ടാവുന്ന സാധനമാണ് ഈ പറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞ സാധനം. ഇനി കാൽസ്യം കാർബണേറ്റ് CaCO3 കേട്ടോ. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവണ സാധനമാണ് ഈ പറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡ് കേട്ടോ. കാൽസ്യം കാർബണേറ്റ്, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു ലോഹങ്ങള് ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്താൽ പുറത്തേക്ക് വരണത്
ഹൈഡ്രജൻ ആണെന്ന് പറഞ്ഞു. ഇവിടെ കാൽസ്യം കാർബണേറ്റ് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിട്ട് പ്രവർത്തിച്ചാൽ പുറത്തേക്ക് വരിക കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം ഏതാന്ന് ചോദിച്ചാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ. അപ്പൊ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് ചോദിക്കാറുണ്ട്. ചുണ്ണാമ്പ് വെള്ളത്തെ CaOH2 ആണ് കേട്ടോ ഇവിടെ. ഓക്കെ, കാൽസ്യം ഹൈഡ്രോക്സൈഡിന്റെ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം ചോദിച്ചാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് കേട്ടോ. ഇനി ഈ കാർബൺ ഡൈ ഓക്സൈഡ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്, ഇത് എന്തായാലും പഠിക്കണം. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഉപയോഗം അഗ്നിശമനിയിൽ ഉപയോഗിക്കുന്നു, നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്സ് സോഡയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു, അതേപോലെ അലക്കുകാരം അപ്പക്കാരം എന്നിവയിൽ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, അങ്ങനത്തെ സാധനങ്ങളില്ലേ, അതിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ പറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡ്. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്നു, ഫയർ എക്സ്റ്റിംഗ്വിഷറിൽ, പിന്നെ സോഡ വാട്ടർ, സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നിവയെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു, അലക്കുകാര അപ്പക്കാരം എന്നിവയിലൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ പറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്തതാണ് യൂറിയ പോലുള്ള രാസഘടകങ്ങളുടെ നിർമ്മാണത്തിന് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നു. കൃത്രിമ ശ്വാസോച്ഛ്വാസത്തിന് ഉപയോഗിക്കുന്ന കാർബോജനിൽ ഉപയോഗിക്കുന്നു. അതായത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഈ ശ്വാസോച്ഛ്വാസത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഈ പറഞ്ഞ കാർബോജൻ. കാർബോജനില് 95% ഓക്സിജനും 5% കാർബൺ ഡൈ ഓക്സൈഡും ആണ് ഉള്ളത് കേട്ടോ. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് 5%, ഓക്സിജൻ 95%. ഇനി ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നിങ്ങൾ മറ്റേ ജിയോ മച്ചാന്റെ ഒക്കെ കണ്ടിട്ടുണ്ടാവാം. ആളൊക്കെ കുറെ ഡ്രൈ ഐസ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പുക വരുത്തണതൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വലിയ വലിയ സ്റ്റേജ് ഷോസ് ഒക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാം, അതിലൊരു പുക ഭയങ്കരമായിട്ട് വരുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ ഡ്രൈ ഐസ് എന്ന് പറഞ്ഞ സാധനമാണ് ഈ പുക വരുത്താനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ സ്റ്റേജ് ഷോകളിലും മറ്റു പുക നിറഞ്ഞ പ്രതീതി ഉളവാക്കാൻ ഉപയോഗിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഖരരൂപമാണ് ഡ്രൈ ഐസ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? ഇനി ഓക്കെ അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എവിടേക്ക് ഉപയോഗിക്കുന്നു? അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്നു, കാർബോജനിൽ ഉപയോഗിക്കുന്നു, യൂറിയ പോലുള്ള വളങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ക്ലിയർ ആണോ? സോഡ വാട്ടർ, സോഫ്റ്റ് ഡ്രിങ്ക്സിലൊക്കെ ഉപയോഗിക്കുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു സാധനമാണ് കാർബൺ മോണോക്സൈഡ്. അത് CO എന്ന് തന്നെ കേട്ടോ എഴുതാം. ഈ ജ്വലനം നടക്കുമ്പോൾ കാർബണിന്റെ അളവ് വളരെയധികം കൂടുകയോ, ഒന്നീ കാർബണിന്റെ അളവ് ഭയങ്കര കൂടുക, അല്ലെങ്കിൽ ഓക്സിജന്റെ അളവ് കുറയുക, ഈ രണ്ട് സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന വാതകമാണ് ഈ പറഞ്ഞ കാർബൺ മോണോക്സൈഡ്, CO എന്ന് പറഞ്ഞ സാധനം. ഈ ജ്വലനം നടക്കുമ്പോൾ ഒന്നെങ്കിൽ കാർബണിന്റെ അളവ് കണ്ടമാനം കൂടുക, അല്ലെങ്കിൽ ഓക്സിജന്റെ അളവ് കുറയുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വാതകമാണ് കാർബൺ മോണോക്സൈഡ്. ഇമ്പോർട്ടന്റ് ആയിട്ടാ. ഈ കാർബൺ മോണോക്സൈഡിന് നമ്മുടെ ഹീമോഗ്ലോബിനുമായിട്ട് ഭയങ്കര സ്നേഹമാണ്. ഓക്കെ, ഓക്സിജനേക്കാൾ കൂടുതൽ ഈ കാർബൺ മോണോക്സൈഡിന് നമ്മുടെ ഹീമോഗ്ലോബിനുമായിട്ട് ഭയങ്കര ഒരു ഇഷ്ടമുണ്ട്. അപ്പൊ ഈ കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സാധനമാണ് കാർബോക്സി ഹീമോഗ്ലോബിൻ. ഓക്കെ, അപ്പൊ നമ്മുടെ കാർബൺ മോണോക്സൈഡ് ഈ പറഞ്ഞ ഹീമോഗ്ലോബിനായിട്ട് പ്രവർത്തിച്ചുണ്ടാവുന്ന സാധനമാണ് കാർബോക്സി ഹീമോഗ്ലോബിൻ. അപ്പൊ ഈ കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് ഈ നമ്മുടെ ഈ കെട്ടിടങ്ങൾക്കൊക്കെ തീ പിടിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുക വരികയാണെങ്കിൽ ചിലപ്പോൾ ഉറങ്ങി പോണതിന്റെ ഇടയിലൊക്കെ മരിക്കാന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവിടെയുള്ള എന്തെങ്കിലും വാതകങ്ങൾ എന്തെങ്കിലുമൊക്കെ ലീക്കായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉറക്കത്തിലൊക്കെ ചില സമയത്ത് മരിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിന്റെ മെയിൻ കാരണം ഈ കാർബൺ മോണോക്സൈഡ് ഈ ഹീമോഗ്ലോബിനായിട്ട് കലർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യണത് കൊണ്ടാണ് ആ സാധനം മരണത്തിന് കാരണമാവുന്ന ഒരു സാധനമാണ് ഈ പറഞ്ഞ കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞ സാധനം. ഈ കാർബൺ മോണോക്സൈഡിന്റെ കുറച്ച് ഉപയോഗങ്ങളുണ്ട്. അത് വാതക ഇന്ധനമായിട്ട് യൂസ് ചെയ്യും. പിന്നെ അടുത്തൊരു കാര്യമാണ് നൈട്രജൻ, N2.
വാട്ടർ ഗ്യാസും പ്രൊഡ്യൂസർ ഗ്യാസും ഉണ്ടാകാൻ വേണ്ടി നിർമ്മിക്കുന്നത്. ഇത് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ കാണില്ല. പഴയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വാട്ടർ ഗ്യാസ് എന്തിന്റെയൊക്കെ മിക്സ്ചർ ആണ്, പ്രൊഡ്യൂസർ ഗ്യാസ് എന്തിന്റെയൊക്കെ മിക്സ്ചർ ആണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വാട്ടർ ഗ്യാസ് കാർബൺ മോണോക്സൈഡിന്റെയും ഹൈഡ്രജന്റെയും മിക്സ്ചർ ആണ്. വാട്ടർ എന്ന് ആലോചിക്കുമ്പോൾ അവിടെ ഹൈഡ്രജൻ ഉണ്ടാവും എന്നൊരു കണക്ഷൻ വെച്ചിട്ട് നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പൊ കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജനും കൂടിയിട്ടുള്ളതാണ് വാട്ടർ ഗ്യാസ്. പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡും നൈട്രജനും കൂടിയിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ ലോഹ നിർമ്മാണ പ്രക്രിയയിൽ നിരോക്സീകാരിയായിട്ട് ഉപയോഗിക്കുന്നു. ഇനി കാർബോണിക് ആക്സിഡിന്റെ കുറച്ച് ലവണങ്ങളാണ് കാർബണൈറ്റുകള്, ബൈകാർബണൈറ്റുകൾ എന്നൊക്കെ പറഞ്ഞ സാധനം. ഈ പറഞ്ഞ കാർബണൈറ്റിന് ഉദാഹരണമാണ് അലക്കുകാരം, ബൈകാർബണൈറ്റിന് ഉദാഹരണമാണ് അപ്പക്കാരം. ഇതുമായിട്ട് ബന്ധമില്ല കേട്ടോ. ഇതിവിടം വരെ ഇത് അവസാനിച്ചു. ഇനി കാർബോണിക് ആസിഡിന്റെ ലവണങ്ങളാണ് കാർബണൈറ്റുകളും ബൈകാർബണൈറ്റും. ജസ്റ്റ് മെൻഷൻ ചെയ്തെന്നുള്ളൂ, ഇമ്പോർട്ടന്റ് അല്ല. ഇതാണ് പഠിക്കേണ്ടത് കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. രാസനാമങ്ങളും രാസസൂത്രങ്ങളും. അലക്കുകാരം എന്ന് പറയുന്ന സാധനമാണ് സോഡിയം കാർബണൈറ്റ്. സോഡിയം കാർബണൈറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, അലക്കുകാരം എന്ന് പറയണത് കേട്ടോ. ഈ രാസസൂത്രം ഒന്നും പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ പഠിക്കണ്ട, അത്ര കാര്യമുള്ള കാര്യമല്ല. Na2CO3. ഓക്കെ. അപ്പൊ അലക്കുകാരം എന്ന് പറഞ്ഞ സാധനമാണ് സോഡിയം കാർബണൈറ്റ് എന്ന് പറഞ്ഞ സാധനം. ഇത് എന്താന്ന് പഠിക്കുക. അലക്കുകാരം എന്ന് പറഞ്ഞാൽ സോഡിയം കാർബണേറ്റ്, അപ്പക്കാരം എന്ന് പറഞ്ഞാൽ സോഡിയം ബൈകാർബണേറ്റ്. അപ്പൊ നല്ല ബൈ ആയിട്ട് കിട്ടണം എന്നാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് ആലോചിച്ചാൽ മതി. സോഡിയം ബൈകാർബണേറ്റ് കേട്ടോ. ഓക്കെ. ഇനി സോഡ ആഷ് എന്ന് പറയുന്നത് സോഡിയം കാർബണേറ്റ് ആണ് കേട്ടോ. സോഡ ആഷ് സോഡിയം കാർബണേറ്റ്. പൊട്ടാഷ്യം കാർബണേറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കാർബണിന്റെ കുറച്ച് ലവണങ്ങളാണ് ഈ പറഞ്ഞ കാർബണേറ്റുകൾ എന്നൊക്കെ പറയണത്. മാർബിൾ അല്ലെങ്കിൽ ചുണ്ണാമ്പ് കല്ലിന്റെയാണ് കാൽസ്യം കാർബണേറ്റ്. റോഷല്ലെ സാൾട്ട് ആണ് പൊട്ടാഷ്യം സോഡിയം ടാർട്രേറ്റ് എന്ന് പറഞ്ഞ ഒരു സാധനമാണ്. ടെട്രോഹൈഡ്രേറ്റ് ആണ് കേട്ടോ. ഇത് ഞാൻ തിരുത്തിയിടാം കേട്ടോ, ടെട്രോഹൈഡ്രേറ്റ്. ഓക്കെ. അപ്പൊ ഇതിൽ പഠിക്കേണ്ടത് മെയിൻ ആയിട്ട് എപ്പോഴും ചോദിച്ചു കാണാറ്, അലക്കുകാരൻ ചോദിക്കാറുണ്ട് സോഡിയം കാർബണേറ്റ്, അപ്പക്കാരൻ സോഡിയം ബൈകാർബണേറ്റ്, പിന്നെ മാർബിള് ചുണ്ണാമ്പ് കല്ല്, അതേപോലെ മുട്ടയുടെ തോട്, ഇതൊക്കെ കാൽസ്യം കാർബണേറ്റ് ആണ്. ഈ മൂന്നെണ്ണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം. ബാക്കിയുള്ളത് പഠിച്ചില്ലെങ്കിലും അലക്കുകാരോ അപ്പക്കാരോ മാർബിള് അല്ലെങ്കിൽ ചുണ്ണാമ്പ് കല്ല്, ഈ മൂന്നെണ്ണെങ്കിലും പഠിക്കാം കേട്ടോ. റോഷല്ലെ സോൾട്ട് ഒക്കെ പറ്റിയ പഠിച്ചാൽ മതി. ഈ മൂന്നെണ്ണമാണ് ചോദിച്ചു കാണാറ്. പൊട്ടാഷ് ഇടയ്ക്ക് കയറി വരാറുണ്ട്. പൊട്ടാഷ്യം കാർബണേറ്റ്. ഈ നാലെണ്ണെങ്കിലും പഠിക്കുക. അലക്കുകാരം സോഡിയം കാർബണേറ്റ്, അപ്പക്കാരം സോഡിയം ബൈകാർബണേറ്റ്, പൊട്ടാഷ്യം കാർബണേറ്റ്, മാർബിള് ചുണ്ണാമ്പ് കല്ല് അല്ലെങ്കിൽ മുട്ടയുടെ തോട്, അതൊക്കെ എന്ന് പറയുന്ന സാധനം കാൽസ്യം കാർബണേറ്റ് ആണ് കേട്ടോ. ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞ കുറെ കാർബണേറ്റുകളില്ലേ, സോഡിയം കാർബണേറ്റ്, കാൽസ്യം കാർബണേറ്റ്. അപ്പൊ ഈ കാർബണേറ്റ് ലവണങ്ങളെ തിരിച്ചറിയാനുള്ള ഇതാണ്. ഇത് ഇടയ്ക്ക് കയറി ചോദിക്കാറുണ്ട്. തന്നിരിക്കുന്ന ലവണ ലായനിയിലേക്ക്, പണ്ട് +2 കെമിസ്ട്രി പഠിച്ചവർക്ക് അറിയാം, ലാബില് നമ്മുടെ ഈ സോൾട്ട് അനാലിസിസ് എന്നൊക്കെ പറഞ്ഞൊരു സാധനം ചെയ്തിട്ടുണ്ടാവും. അപ്പൊ തന്നിരിക്കുന്ന ലവണ ലായനിയിലേക്ക് ഒരു ലായനി തന്നിട്ടുണ്ടാവും, ലവണത്തിന്റെ ലായനി. അത് ടെസ്റ്റ് ചെയ്ത് കാർബണേറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ നോക്കണത്. തന്നിരിക്കുന്ന ലവണ ലായനിയിലേക്ക് ബേരിയം ക്ലോറൈഡ് ലായനി ചേർക്കുമ്പോൾ എന്തുണ്ടാവും, അവിടെ ഒരു വെളുത്ത അവശിപ്തം ഉണ്ടാവും. ഈ നമ്മുടെ അവശിപ്തം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു പ്രസിപ്പിറ്റേറ്റ് ആണ്. അതായത് നമ്മുടെ ഈ പാലൊക്കെ പിരിഞ്ഞ പോലത്തെ ഒരു സംഭവം, വെളുത്ത അവശിപ്തം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡായി ലയിക്കുന്നുവെങ്കിൽ കാൽസ്യം, ഈ പറഞ്ഞ ലവണം കാർബണേറ്റ് ആയിരിക്കും. ഓക്കെ. ഒരു ലായനി നമ്മളോട് എന്നിട്ട് പറയാണ് ഇത് കാർബണേറ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ആ തന്ന ലായനിയിലേക്ക് എന്ത് ആഡ് ചെയ്യാം, ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്യുക. അപ്പോൾ ഉണ്ടാവുന്ന പ്രസിപ്പിറ്റേറ്റ് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ലയിച്ചാൽ അത് കാർബണേറ്റ് ആയിരിക്കും. അപ്പൊ ഇതാണ് പഠിക്കേണ്ടത്. തന്നിരിക്കുന്ന ഈ കാർബണേറ്റ് ആണെന്ന് തിരിച്ചറിയാൻ ഏതാണ്, എന്ത് സാധനമാണ് ഉപയോഗിക്കുക എന്ന് ചോദിച്ചാൽ അത് ബേരിയം ക്ലോറൈഡ് ആണ് ഉപയോഗിക്കുക. ബേരിയം ക്ലോറൈഡ് കേട്ടോ. ഉപയോഗിക്കുന്ന ആസിഡ്, ഇത് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ആസിഡ് ചോദിച്ചാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ്. പിന്നെ നമുക്കറിയാം അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ഭയങ്കരമായിട്ട് കൂടി താപനില ഉയരുന്ന അവസ്ഥേനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുക, ഹരിതാലയ പ്രഭാവം എന്ന് പറയുന്നത്. അന്തരീക്ഷ വായുവിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വല്ലാണ്ട് കൂടിയിട്ട് അന്തരീക്ഷ താപനില ഉയരുന്ന അവസ്ഥേനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയാ. ഇനി ഈ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് കാരണം
നമ്മുടെ അന്തരീക്ഷത്തിന്റെയും ഭൂമിയുടെയും താപനില, ശരാശരി താപനില ഉയരുന്ന അവസ്ഥേനെയാണ് നമ്മൾ ഇന്ന് പറയാ ആഗോള താപനം എന്ന് പറയാം, ഗ്ലോബൽ വാർമിംഗ്. ഈ ഗ്ലോബൽ വാർമിംഗ് കാരണം പല ഇഷ്യൂസ് നമുക്കറിയാം. മഞ്ഞുപാളികളൊക്കെ ഉരുകാൻ സാധ്യത ഉണ്ടാവും, കടലിലെ വെള്ളത്തിന്റെ അത് അളവ് കൂടും. പിന്നെ എന്താ പറയാ, ഭയങ്കര ടെമ്പറേച്ചർ കൂടും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ആഗോള താപനത്തിന്റെ ഇഫക്റ്റ് നമുക്ക് അറിയണ കാര്യമാണ്. അപ്പൊ ഇത്രയാണ് നമ്മൾ കാർബണെ പറ്റി പഠിക്കേണ്ടത്. മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് കാർബണിന്റെ അലോട്രോപ്സ് പഠിക്കുക, ഗ്രാഫൈറ്റ്, ഗ്രഫീൻ, ഫുള്ളറിൻ, അതേപോലെ തന്നെ ഡയമണ്ട്, അതിന്റെ പ്രത്യേകതകൾ പഠിക്കുക. ഇത് കാർബണൈറ്റ് ലവണങ്ങളെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന സാധനം ബേരിയം ക്ലോറൈഡ് ആണെന്ന് പഠിക്കുക. പിന്നെ കാർബൺ മോണോക്സൈഡിന് നമ്മുടെ ഓക്സിജനേക്കാൾ കൂടുതൽ അഫിനിറ്റി ഹിമോഗ്ലോബിനോട് കൂടുതൽ അഫിനിറ്റി ഉണ്ട്. അതുകൊണ്ട് കാർബോക്സി ഹിമോഗ്ലോബിൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ മരിക്കാൻ വരെ ചാൻസ് ഉണ്ടെന്ന് പഠിക്കാം, ഹിമോഗ്ലോബിനിൽ കാർബൺ മോണോക്സൈഡ് കലർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇത് പഠിക്കാം. അലക്കുകാരം എന്ന് പറയുന്നത് സോഡിയം കാർബണേറ്റ്, അപ്പക്കാരം സോഡിയം ബൈകാർബണേറ്റ്, മാർബിൾ അല്ലെങ്കിൽ ചുണ്ണാമ്പുകല്ല് കാൽസ്യം കാർബണേറ്റ്. ഓക്കെ. പിന്നെ കാർബൺ മോണോക്സൈഡ്, ഈ വാട്ടർ ഗ്യാസും പ്രൊഡ്യൂസർ ഗ്യാസും പറ്റുന്നവര് പഠിക്കാം. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അടുത്തേക്ക് പോട്ടെ. കാര്യമൊന്നും പറയണല്ലോ. രണ്ട് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡ്രൈ ഐസ് എന്നാൽ എന്ത്? ഓപ്ഷൻ എ കോപ്പർ സൾഫേറ്റ്, ഓപ്ഷൻ ബി കാർബൺ മോണോക്സൈഡ്, ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ ഡി ഹൈഡ്രജൻ പെറോക്സൈഡ്. ഡ്രൈ ഐസ് എന്നാൽ എന്ത്? ഇത് ചോദിച്ചത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പേരും കിട്ടുന്നില്ലല്ലോ, ഫയർമാന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്നിട്ട് ഡ്രൈ ഐസ് ഓപ്ഷൻ സി കേട്ടോ, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ തന്നെ വേറെ രീതിയിൽ ചോദിക്കാം. സ്റ്റേജ് ഷോയിലൊക്കെ പുക പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനം ഏതാന്ന് ചോദിച്ചാൽ അതേതാ? ഡ്രൈ ഐസ് കേട്ടോ. ഓക്കെ, ഇനി വേറൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. ആഗോളതാപനത്തിന് കാരണമാകുന്ന പ്രധാന വാതകം ഏതാ? കാർബൺ ഡൈ ഓക്സൈഡ് കേട്ടോ. വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. മാവ് പുളിക്കുമ്പോ പുറത്തു വരുന്ന വാതകം, മാവ് പുളിക്കുമ്പോ പുറത്തു വരുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ. മാവ് പുളിക്കുമ്പോ പുറത്തേക്ക് വരണത്. അതേപോലെ തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന വാതകം ചോദിച്ചാലും കാർബൺ ഡൈ ഓക്സൈഡ്, തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്തേക്ക് നമുക്ക് പോവാം. നൈട്രജൻ. നേരത്തെ നമ്മൾ പറഞ്ഞു പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈഡ്രജൻ ആണ്. ഇനി നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ചോദിച്ചാൽ അത് നൈട്രജൻ ആണ് കേട്ടോ, നൈട്രജൻ. ഇനി ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകം ചോദിച്ചാൽ അത് നൈട്രജൻ ആണ്. ഇനി കത്താൻ സഹായിക്കുന്നത് ഇപ്പൊ നമുക്കറിയാം ഓക്സിജൻ ആണെന്ന്. ജ്വലനത്തിന് സഹായിക്കുന്നത് ചോദിച്ചാൽ അത് ഓക്സിജൻ ആണ്. ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകം ചോദിച്ചാൽ അത് നൈട്രജൻ ആണ്. പിന്നെ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു മൂലകമാണ്. നമ്മൾ ഇല്ലെങ്കിൽ വളമായിട്ടൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്ന സാധനമാണ്. ജീവനുള്ള വസ്തുക്കളിലെല്ലാം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. നൈട്രജൻ തന്മാത്രകൾക്ക് ഇടയിലുള്ള ബോണ്ടിങ് ത്രിബന്ധനം, ഇത് നമ്മൾ ബോണ്ടിങ് കെമിസ്ട്രിയിൽ എടുക്കുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ, ട്രിപ്പിൾ ബോണ്ട് എന്താന്ന്. ഓക്കെ, അപ്പൊ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ചോദിച്ചാൽ നൈട്രജൻ ആണ്. ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകമാണ്. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകമാണ്. ജീവനുള്ള വസ്തുക്കളിൽ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. പിന്നെ നൈട്രജൻ തന്മാത്രകളുടെ ഇടയിലുള്ള ബന്ധനം ട്രിപ്പിൾ ബോണ്ട്. നൈട്രജന്റെ കുറച്ച് ഗുണങ്ങളുണ്ട്. നിറമോ മണോ ഇല്ല,
ദ്രവീകരിക്കാൻ പ്രയാസമാണ്, ലിക്വിഡ് ഫോമിലേക്ക് കൊണ്ടുവരാൻ പാടാണ്, ജലത്തിൽ വളരെ കുറച്ച് മാത്രമേ ലയിക്കുന്നുള്ളൂ. ഇത് പഠിക്കുക, നിറമോ മണമോ ഇല്ലാത്ത വാതകമാണെന്ന്. ഇനി ഈ നൈട്രജൻ എവിടെയൊക്കെ ഉപയോഗിക്കുന്നു? അമോണിയയുടെ വ്യാവസായിക നിർമ്മാണത്തിന്, അമോണിയ എന്ന് പറഞ്ഞ സാധനത്തിന്റെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. നൈട്രജൻ വളങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ഇനി ദ്രവീകരിച്ച നൈട്രജൻ ശീതീകാരിയായിട്ട് ഉപയോഗിക്കുന്നു, കൂളന്റ് ആയിട്ട്. ഇനി വാഹനങ്ങളുടെ ടയറുകളിൽ നിങ്ങൾക്ക് അറിയാം, പെട്രോൾ പമ്പിൽ പോയിട്ട് ടയറിൽ അടിക്കണത് നമ്മൾ നൈട്രജൻ ആണ്. അപ്പൊ വാഹനങ്ങളുടെ ടയറുകൾ നിറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഇനി ആഹാര പാക്കറ്റുകൾ, ഇത് ആഹാര പാക്കറ്റാണ് കേട്ടോ, ഞാൻ ക്ലിയർ ആക്കിയിടാം. നൈട്രജന്റെ ഭൗതിക ഗുണങ്ങൾ ആഹാര പാക്കറ്റുകളിൽ ഓക്സിജന്റെ സാന്നിധ്യം ഒഴിവാക്കുന്നതിന് ഉപയോഗിക്കുന്നു. ഓക്കെ, ആഹാര പാക്കറ്റുകളിൽ ഓക്സിജന്റെ സാന്നിധ്യം ഒഴിവാക്കുന്നതിന് ഉപയോഗിക്കുന്നത് നൈട്രജൻ കേട്ടോ. അപ്പൊ അമോണിയയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു, വളങ്ങളുടെ നിർമ്മാണത്തിന്, നൈട്രജൻ വളങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു, ശീതീകാരിയായിട്ട് ഉപയോഗിക്കുന്നു, വാഹനങ്ങളുടെ ടയറുകളിൽ നിറയ്ക്കാൻ ഉപയോഗിക്കുന്നു. നൈട്രജന്റെ ഭൗതിക കണങ്ങൾ ആഹാര പാക്കറ്റുകളിൽ ഓക്സിജന്റെ സാന്നിധ്യം ഒഴിവാക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഇത്രയാണ് നൈട്രജനെ പറ്റി നമ്മൾ പഠിക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഇനി ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാകുന്നത്? നൈട്രജൻ. പിന്നെ നമ്മൾ അറിയാം, മറ്റേ പയർ ചെടിയിലൊക്കെ നൈട്രജൻ ഫിക്സേഷൻ ബാക്ടീരിയ ഒക്കെ ഉണ്ടെന്ന് അറിയണ കാര്യമാണ്. ഓക്കെ, അപ്പൊ അടുത്തേക്ക് പോവാം. ഓക്സിജൻ, അടുത്തതാണ് ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഓക്സിജൻ ആണ്. അപ്പൊ പ്രപഞ്ചത്തിലാണെങ്കിൽ ഹൈഡ്രജൻ, അന്തരീക്ഷത്തിലാണെങ്കിൽ നൈട്രജൻ, ഭൂവൽക്കത്തിലാണെങ്കിൽ ഓക്സിജൻ ട്ടോ. പിന്നെ നമുക്കറിയാം പ്രാണവായു എന്നറിയപ്പെടുന്നത് ഓക്സിജൻ ആണ്. ഇനി അന്തരീക്ഷ വായു, ജലം, ധാതുക്കള്, ജീവജാലങ്ങൾ തുടങ്ങിയവയിൽ ഓക്സിജൻ സ്വതന്ത്ര അവസ്ഥയിലോ സംയുക്ത അവസ്ഥയിലോ കാണപ്പെടുന്നു. ഓക്സിജൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്റെ പേരാണ് ജോസഫ് പ്രീസ്ലി. ഇമ്പോർട്ടന്റ് ആണ്, ഓക്സിജൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജോസഫ് പ്രീസ്ലി. ഓക്സിജൻ എന്ന പേര് നൽകിയ വ്യക്തിയാണ് ലാവോസിയർ. രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഓക്സിജൻ കണ്ടെത്തിയത് ജോസഫ് പ്രീസ്ലി ആണ്, ഓക്സിജൻ എന്ന പേര് നൽകിയ വ്യക്തി ലാവോസിയർ ആണ്. ഇനി ആസിഡ് ഉണ്ടാകുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ജലം ഉണ്ടാകുന്നതാണ്. ഇത് രണ്ട് ചോദിച്ചിട്ടുണ്ട്. ആസിഡ് ഉണ്ടാകുന്നത് എന്നർത്ഥം വരുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഈ പറഞ്ഞ ഓക്സിജൻ എന്ന പേര് കിട്ടിയത് കേട്ടോ. ഇനി ഓക്സിജന് കുറച്ച് ഗുണങ്ങളുണ്ട്. അതിന് നിറവും മണമൊന്നുമില്ല, കത്താൻ സഹായിക്കുന്ന വാതകമാണ്. ഇനി ഈ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് പരീക്ഷണശാലയിൽ ഓക്സിജൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന റിയാക്ട് ചെയ്തിട്ടാണ് നമുക്ക് ഒരു ഉൽപ്പന്നം ഉണ്ടാവണം, പ്രൊഡക്റ്റ് ഉണ്ടാവണം. അപ്പൊ ആ റിയാക്ട് ചെയ്യുന്ന സാധനത്തിനെ നമ്മൾ പറയണതാണ് ഈ അഭികാരകം എന്ന് പറയുന്നത്. അപ്പൊ പരീക്ഷണശാലയിൽ ഓക്സിജൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അഭികാരകമാണ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് കേട്ടോ. ഇനി ഓക്സിജന്റെ കുറച്ച് ഉപയോഗങ്ങളാണ്. ജ്വലന സഹായി, കത്താനായിട്ട് സഹായിക്കുന്നു. റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായിട്ട് ഉപയോഗിക്കുന്നു. കൃത്രിമ ശ്വസനത്തിന് ഉപയോഗിക്കുന്നു. ഓക്സി അസറ്റലിൻ ജ്വാല വെൽഡിങ്ങിന് ഉപയോഗിക്കുന്നു. അത് ഒരു തരം വെൽഡിംഗ് ആണ്, അതിന് ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പൊ ജ്വലന സഹായി, മെയിൻ ആയിട്ട് ഈ ജ്വലന സഹായിയാണ് ചോദിക്കാറ്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇത് ചോദിച്ചിട്ടുണ്ട്, റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായിട്ട് ഉപയോഗിക്കുന്ന ഏത് വാതകമാന്ന് ചോദിച്ചാൽ അത് ഓക്സിജൻ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഓക്സിജന്റെ വേറൊരു ഫോമാണ് ഓസോൺ എന്ന് പറയണത്. 3 ഓക്സിജൻ ആറ്റങ്ങൾ കൂടി ചേർന്നുണ്ടാകുന്ന തന്മാത്രയാണ് ഓസോൺ എന്ന് പറയുന്നത്. 3 ഓക്സിജൻ ആറ്റങ്ങൾ കൂടി ചേർന്നുണ്ടാകുന്ന തന്മാത്രയാണ് ഓസോൺ. ഓസോൺ കൂടുതലായി കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ജോഗ്രഫിയിലും ഒക്കെ കയറി വരുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഇത്. ഓസോൺ കൂടുതലായി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി പലവട്ടം പ്രീവിയസ് ചോദിച്ച് വെറുപ്പിച്ചേക്കണ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ സ്ട്രാറ്റോസ്ഫിയർ. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടും ഒക്കെ ചോദിക്കണ സാധനമാണ്. ഇനി ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്ന വാതകമാണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ. CFC ആണ് കേട്ടോ, CFC. ശരിയാക്കാം. CFC എന്ന് പറയുന്ന സാധനമാണ് ക്ലോറോ ഫ്ലൂറോ കാർബൺസ്, CFC. ഓക്കെ, അപ്പൊ ക്ലോറോ ഫ്ലൂറോ കാർബണിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളാണ് ക്ലോറിൻ, ഫ്ലൂറിൻ, കാർബൺ ട്ടോ. ക്ലോറിൻ, ഫ്ലൂറിൻ, കാർബൺ.
ഇനി ക്ലോറോ ഫ്ലൂറോ കാർബണിനെ മർദ്ദം ഉപയോഗിച്ച് എളുപ്പത്തിൽ ദ്രവീകരിക്കാൻ കഴിയും. അപ്പൊ ഓസോൺ പാളി കാണപ്പെടുന്നത് എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ് കേട്ടോ. സ്ട്രാറ്റോസ്ഫിയറിൽ നമ്മുടെ കുറെ തരം പാളികളുണ്ട്. അതില് ഒരു പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയണ ഒരു പാളി. മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞ കുറെ പാളികളുണ്ട്. ട്രോപ്പോസ്ഫിയർ ആണ് ഈ മഴമഞ്ഞ്, നമ്മളുടെ ഈ ട്രോപ്പോസ്ഫിയർ ആണ് ഈ പറഞ്ഞ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ, മഴയും മഞ്ഞും ഇതൊക്കെ കാണപ്പെടുന്നത് നമ്മുടെ ഈ ഒരു ഏറ്റവും താഴത്തെ പാളിനെയാണ് നമ്മൾ ട്രോപ്പോസ്ഫിയർ എന്ന് പറയാ. ഓസോൺ പാളി കാണപ്പെടുന്നതാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറഞ്ഞ പാളി. ഓക്കെ, അപ്പൊ ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്ന വാതകമാണ് CFC. CFCയിൽ അടങ്ങാത്ത മൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ C ഫോർ ക്ലോറിൻ, F ഫോർ ഫ്ലൂറിൻ, C ഫോർ കാർബൺ ട്ടോ. പിന്നെ റെഫ്രിജറേറ്റർ, AC അങ്ങനെയൊക്കെ ഉള്ളിടത്തൊക്കെ CFC ഉപയോഗിക്കും. കാരണം അത് CFC എന്ന് പറഞ്ഞ സാധനം ബാഷ്പീകരിച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഈ റെഫ്രിജറേറ്ററിലും AC-യിലൊക്കെ CFC ഉപയോഗിക്കണത്. ഇത് ചോദിച്ചിട്ടുണ്ട്, എപ്പോഴും ചോദിക്കണതാണ്. അന്താരാഷ്ട്ര ഓസോൺ ദിനം എന്താന്ന് ചോദിച്ചാൽ അത് സെപ്റ്റംബർ 16 PSC ചോദിച്ച് വെറുപ്പിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അന്താരാഷ്ട്ര ഓസോൺ ദിനം സെപ്റ്റംബർ 16. ഇനി ഓസോൺ പാളിക്ക് ഹാനികരമാകുന്ന CFC-യിലെ ഘടകം ചോദിച്ചാൽ അത് ക്ലോറിൻ, അതും ചോദിച്ചിട്ടുണ്ട്. ഇനി ഓസോണിന്റെ നിറം ചോദിച്ചിട്ടുണ്ട്. ഇളം നീല നിറമാണ് ഓസോണിന്റെ നിറം. ഓസോണിന്റെ നിറം ഇളം നീല. ഇനി ഓസോൺ വാതകം കണ്ടെത്തിയത് ക്രിസ്ത്യൻ ഷോൺബേൻ ആണ് ചോദിച്ചിട്ടുണ്ട്. ഓസോൺ പാളി പക്ഷെ കണ്ടെത്തിയത് ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂയിസനും കൂടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഓസോൺ പാളി കണ്ടെത്തിയത് ഈ പറഞ്ഞ ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂയിസൻ. ഞാൻ തെറ്റാതിരിക്കാൻ വേണ്ടി ഓർത്ത് വെച്ചേക്കണം. ഓസോൺ പാളി എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല ഫാബ്രിക് പെയിന്റ് ഒക്കെ അടിച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വെച്ചേക്കണ സാധനമാണ്. അങ്ങനെയാണ് കണക്ട് ചെയ്യാനായിട്ട് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഓസോൺ പാളി കണ്ടെത്തിയത് ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂയിസനും. ഇനി ഓസോൺ എന്ന് പറഞ്ഞ വാതകം കണ്ടെത്തിയത് ക്രിസ്ത്യൻ ഷോൺബെയിൻ. ഈ പറഞ്ഞ CFC കണ്ടെത്തിയത് തോമസ് മിഡ്ഗലെ. ഇത് പഠിച്ചില്ലെങ്കിലും ഈ രണ്ടെണ്ണെങ്കിലും പഠിക്കാം കേട്ടോ. ഓസോണിന്റെ നിറം ചോദിക്കാറുണ്ട്. സെപ്റ്റംബർ 16 ഓസോൺ ദിനം, അതും ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഒരു ക്വസ്റ്റ്യൻ തരട്ടെ. മനുഷ്യ ശരീരത്തിൽ ആഹാരം ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാകുന്നത്? ആൻസർ പറഞ്ഞേ. ആൻസർ ആരും പറഞ്ഞില്ലല്ലോ. എന്തായാലും ഒന്നും പറയാത്ത, ഓപ്ഷൻ തന്നാ പറയോ? എല്ലാവരും എന്ത് സൈലന്റ് ആയിട്ടിരിക്കണേ? ഓപ്ഷൻ വേണോ? ഓപ്ഷൻ എ ഹൈഡ്രജൻ, ഓപ്ഷൻ ബി നൈട്രജൻ, ഓപ്ഷൻ സി മഗ്നീഷ്യം, ഓപ്ഷൻ ഡി ഓക്സിജൻ. ഓക്സിജൻ. ഓക്സിജൻ ആണ് കേട്ടോ ആൻസർ. ഓക്കെ, ഓക്സിജൻ ആണ് ആൻസർ. ഇത് ഞാൻ പറഞ്ഞോ ഇല്ലയോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പൊട്ടാഷ്യം പെർമാംഗനേറ്റ് തരികൾ ചൂടായാൽ ഉണ്ടാകുന്ന വാതകം പറഞ്ഞു പോയി തോന്നുന്നു. പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ചൂടായി കഴിഞ്ഞാൽ എന്തിട്ടുണ്ടാവാ? ഓക്സിജൻ. ഓക്സിജൻ ആണ് ഫോം ചെയ്യുക കേട്ടോ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം? ഓക്സിജൻ. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ. ഓസോൺ പാളി ഉൾക്കൊള്ളുന്ന അന്തരീക്ഷ പാളി
ഓസോൺ കവചം ഉൾക്കൊള്ളുന്ന അന്തരീക്ഷ പാളി. സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ കേട്ടാ, സ്ട്രാറ്റോസ്ഫിയർ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇതിന് ആൻസർ പറയണേ. ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഓക്സിജന്റെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട് ശരിയായത് തെരഞ്ഞെടുക്കുക. ഒന്നാമത്തെ, നിറമില്ല, ഗന്ധമില്ല, കത്തുന്നു. ശരിയാണോ? ശരിയാണ്. ഓക്സിജൻ കത്തുവോ? കത്താൻ സഹായിക്കും. കത്താൻ സഹായിക്കുന്നു എന്നാണ് കേട്ടോ. അടുത്ത ഓപ്ഷൻ, ഗന്ധം ഇല്ല, ജലത്തിൽ ലയിക്കുന്നില്ല, നിറമുണ്ട്. ശരിയാണോ? അല്ല. പറയ്. ജലത്തിൽ ലയിക്കുന്നുണ്ട് അല്ലെ. പിന്നെ നിറം ഉണ്ടെന്നാണ് പറയണേ. നിറം ഉണ്ടാ? ഇല്ല. ഇല്ല. അടുത്ത ഓപ്ഷൻ സി ട്ടാ, കത്താൻ സഹായിക്കുന്നു, ജലത്തിൽ ലയിക്കുന്നു, ഗന്ധമുണ്ട്. ശരിയാണോ? കേട്ടില്ല. മണമില്ല, ഗന്ധമില്ല. ഇവിടെ ഗന്ധം ഉണ്ടെന്നാണ് കൊടുത്തത്. അടുത്തൊരു ഓപ്ഷൻ, ജലത്തിൽ ലയിക്കുന്നു, കത്താൻ സഹായിക്കുന്നു, നിറം ഇല്ല. ശരിയാണ്. ജലത്തിൽ ലയിക്കുന്നുണ്ട്, കത്താൻ സഹായിക്കുന്നു. കത്തുന്ന വായു അല്ലാട്ടാ. കത്തുന്ന വായു എന്ന് വെച്ചാൽ അത് ഹൈഡ്രജനോ. കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. നിറയില്ല. നിങ്ങൾ കേട്ടാളെ, ഈ മറ്റേ വിറകടുപ്പിൽ കൊണ്ടുപോയി കുറെ വിറക് കുത്തി നിറച്ച് വെച്ച് കഴിഞ്ഞാൽ അമ്മമാര് പറയും, എന്നിട്ട് ഇത്രയും വിറക് കൊണ്ട് കുത്തി നിറച്ച് വെച്ചാണ് അതിൽ ഓക്സിജൻ കിടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വിറക് മാറ്റാനൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അറിയണ കാര്യമാണ്. ഓക്കെ. ഇപ്പൊ ചോദിച്ച ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റി LGSന്റെ പ്രിലിംസിന് ചോദിച്ചതാണ് കേട്ടോ. ഓക്കെ, അടുത്തേക്ക് പോട്ടെ. അടുത്ത നോൺ മെറ്റലിലേക്ക് പോട്ടെ. ഓക്കെ, ക്ലോറിൻ ട്ടാ. അടുത്തതാണ് ക്ലോറിൻ. ഈ പറഞ്ഞ ബ്ലീച്ചിങ് പൗഡർ നമ്മുടെ കുടിവെള്ളത്തില്, ഇപ്പൊ നമ്മുടെ പൈപ്പ് വെള്ളത്തിലൊക്കെ വരണ വെള്ളത്തിന് ഒരു സ്മെല്ലുണ്ട്. അത് ബ്ലീച്ചിങ് പൗഡർ ഇട്ടാണ്. ക്ലോറിന്റെ മണാണ് അല്ലെ. ക്ലോറിന്റെ സ്മെല്ലുണ്ട്, അല്ലെ ക്ലോറിൻ വാട്ടർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പിന്നെ ക്ലോറിന്റെ ക്രിയാശീലം കൂടുതലായി പ്രകൃതിയിൽ സ്വതന്ത്ര അവസ്ഥയിൽ കാണപ്പെടുന്നില്ല. പിന്നെ ക്ലോറിൻ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന സാധനമാണ് ക്ലോറിൻ. ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്നതാണ് ക്ലോറിൻ എന്ന് പറഞ്ഞ സാധനം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ക്ലോറിന് പച്ച കലർന്ന മഞ്ഞ നിറമാണുള്ളത്. രൂക്ഷ ഗന്ധം ഉണ്ട്, വായുവിനേക്കാൾ സാന്ദ്രത കൂടുതലാണ്. അപ്പൊ ക്ലോറിന്റെ കുറച്ച് ഭൗതിക ഗുണങ്ങളാണ്. ക്ലോറിന്റെ നിറം എന്ന് പറയുന്നത് പച്ച കലർന്ന മഞ്ഞ നിറമാണ്. രൂക്ഷ ഗന്ധം ഉണ്ട്, വായുവിനേക്കാള് സാന്ദ്രത കൂടുതലാണ്. ഇത് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ ഏത് വാതകം വരുമെന്നാണ് കേട്ടത്. എന്നാ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ചൂടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടണത് ഏതാന്ന് ചോദിച്ചാൽ അത് ഓക്സിജൻ ആണ്. ഇതിവിടെ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ പുറത്തേക്ക് വരണത് ക്ലോറിൻ ആണ് കേട്ടോ. ഇനി ലബോറട്ടറിയിൽ ക്ലോറിൻ വാതകത്തിലെ ജലബാഷ്പം നീക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഗാഢ സൾഫ്യൂരിക് ആസിഡ് H2SO4 കേട്ടോ. H2SO4. ഓക്കെ, അപ്പൊ ലബോറട്ടറിയിൽ ക്ലോറിൻ വാതകത്തിലെ ജലബാഷ്പം നീക്കാൻ ഉപയോഗിക്കുന്ന സംയുക്തമാണ് സൾഫ്യൂരിക് ആസിഡ് H2SO4 കേട്ടോ. ഇനി ക്ലോറിൻ വാതകത്തോടൊപ്പം ഉണ്ടായ ഹൈഡ്രജൻ ക്ലോറൈഡ് ബാഷ്പത്തെ നീക്കം ചെയ്യുന്ന മാർഗം ജലത്തിലൂടെ കടത്തിവിടുമ്പോൾ ഹൈഡ്രജൻ ക്ലോറൈഡ് ബാഷ്പം അതിൽ ലയിക്കുന്നു. ഓക്കെ, അതൊന്നും ഇമ്പോർട്ടന്റ് അല്ല. ഇത് പഠിക്കുക. പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്താൽ പുറത്തേക്ക് വരണത് ക്ലോറിൻ ആണ്. ഇതും പഠിക്കണം. നമ്മുടെ ഈ ലബോറട്ടറിയിൽ ക്ലോറിൻ വാതകത്തിൽ എന്തുണ്ടാവും? വാട്ടർ ഉണ്ടാവും, അതിൽ കുറച്ച് ജലബാഷ്പം ഉണ്ടാവും. ആ സാധനം നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന സംയുക്തത്തിന്റെ പേരാണ് ഗാഢ സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അത് അത്രയും പഠിച്ചാൽ മതി. ഇനി ക്ലോറിന്റെ ഉപയോഗം നമുക്കറിയാം. ബ്ലീച്ചിങ്ങിന് ഉപയോഗിക്കുന്ന സാധനം ക്ലോറിൻ ആണ്. ആന്റിസെപ്റ്റിക്, കീടനാശിനി എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ആന്റിസെപ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അണുക്കളൊക്കെ കളയുന്നത്, നമ്മുടെ ഈ ഫിനോള് പോലത്തെ സാധനങ്ങളൊക്കെ ആന്റിസെപ്റ്റിക് ആണ്, അതിന് ഉപയോഗിക്കുന്നു. അണുനാശിനി ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ പറഞ്ഞ ക്ലോറിൻ. ഓക്കെ, ബ്ലീച്ചിങ്ങിന് ഉപയോഗിക്കുന്നു, ആന്റിസെപ്റ്റിക്, കീടനാശിനി എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു, അണുനാശിനി ആയിട്ട് ഉപയോഗിക്കുന്നു.
ഇനി ക്ലോറിൻ വാതകം കണ്ടെത്തിയ ആളാണ് കാൾ വില്യം ഷിലെ. ഇമ്പോർട്ടന്റ് ആണ്. കാൾ വില്യം ഷിലെയാണ് ക്ലോറിൻ വാതകം കണ്ടെത്തിയത്. കാൾ വില്യം ഷിലെ. ഇനി ക്ലോറിൻ ഒരു മൂലകമാണെന്ന് സ്ഥിരീകരിച്ചത് ഹംഫ്രി ഡേവിയാണ്. ക്ലോറിൻ ഒരു മൂലകമാണ്. മൂലകമൊക്കെ എന്താണെന്ന് നമ്മൾ മുന്നേ പറഞ്ഞ എന്താ, ക്ലോറിൻ ഒരു മൂലകമാണെന്ന് സ്ഥിരീകരിച്ചത് ഹംഫ്രി ഡേവി. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞു പച്ച കലർന്ന മഞ്ഞ എന്നർത്ഥം വരുന്ന ക്ലോറോസ് എന്ന പദത്തിൽ നിന്നാണ് ക്ലോറിൻ ആ പേര് ലഭിച്ചത് കേട്ടോ. ഓക്കെ, അപ്പൊ ക്ലോറിന്റെ നിറം ചോദിച്ചാൽ പച്ച കലർന്ന മഞ്ഞ കളറാണ് കേട്ടോ. പിന്നെ ബ്ലീച്ചിങ് പൗഡർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, ക്ലോറിൻ വാതകത്തിനെ കുമ്മായപ്പൊടിക്കൂടെ കടത്തി വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ബ്ലീച്ചിങ് പൗഡർ കിട്ടും. ഈ കുമ്മായപ്പൊടിയിൽ നമ്മൾ ക്ലോറിൻ വാതകം കടത്തി വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടണ സാധനമാണ് ബ്ലീച്ചിങ് പൗഡർ എന്ന് പറഞ്ഞ സാധനം. ഇനി ക്ലോറൈഡിന്റെ ലവണങ്ങളെ തിരിച്ചറിയുന്നതിനുള്ള മാർഗമാണ്, അതിന് നമ്മൾ യൂസ് ചെയ്യണതാണ് സിൽവർ നൈട്രേറ്റ്. നേരത്തെ നമ്മൾ കാർബണേറ്റിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു സാധനം ചേർക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ക്ലോറൈഡ് ലവണങ്ങളെ തിരിച്ചറിയാൻ ചേർക്കുന്ന പദാർത്ഥമാണ് സിൽവർ നൈട്രേറ്റ് കേട്ടോ. ഇനി ക്ലോറൈഡ് ലവണ ലായനിയിൽ സിൽവർ നൈട്രേറ്റ് ചേർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വെളുത്ത പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അത് സിൽവർ ക്ലോറൈഡ് ആണ്. അതൊന്നും പഠിച്ചില്ലെങ്കിലും ക്ലോറൈഡ് ലവണങ്ങളെ തിരിച്ചറിയാൻ ചേർക്കുന്ന പദാർത്ഥം ഏതാണെന്ന് പഠിച്ചിരിക്കുക, അത് സിൽവർ നൈട്രേറ്റ്. ഇനി ക്ലോറൈഡിന്റെ അവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ തന്നെയാണ് കേട്ടോ. സോ ഇനി ഇത് ഇമ്പോർട്ടന്റ് ആണ്. സ്വയം ജ്വലിക്കുന്ന വാതകം ഹൈഡ്രജൻ ആണ്. ജ്വലനത്തെ സഹായിക്കുന്ന വാതകം ഓക്സിജൻ ആണ്. ജ്വലനം നിയന്ത്രിക്കുന്ന വാതകം നൈട്രജൻ ആണ്. ജ്വലനം നിർത്താൻ ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ സ്വയം ജ്വലിക്കുന്ന വാതകം ചോദിച്ചാൽ ഹൈഡ്രജൻ, ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം ചോദിച്ചാൽ ഓക്സിജൻ, ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകം ചോദിച്ചാൽ നൈട്രജൻ, ജ്വലനം നിർത്താൻ ഉപയോഗിക്കുന്ന ഫയർ എക്സ്റ്റിംഗ്വിഷറിലൊക്കെ ഉപയോഗിക്കുന്ന സാധനം കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? ഒന്നും കൂടി പറഞ്ഞു പോണോ? ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് അലോഹങ്ങളെ പറ്റി പഠിക്കേണ്ടത്. കുറച്ച് കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ഉള്ളൂ, പക്ഷെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലോറിന്റെ കുറച്ച് ക്വസ്റ്റ്യനും കൂടി നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ പറയണേ. കേരളത്തിൽ പ്രളയം ഉണ്ടായപ്പോൾ അണുനാശിനി എന്ന നിലയിൽ ബ്ലീച്ചിങ് പൗഡർ വ്യാപകമായി ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഉപയോഗിച്ചു. അതിനു കാരണം ബ്ലീച്ചിങ് പൗഡർ ജലവുമായി പ്രവർത്തിച്ച് ഏത് വാതകം ഉണ്ടാകുന്നതുകൊണ്ടാണ്. ആൻസർ എന്നിട്ടാ ക്ലോറിൻ. ക്ലോറിൻ ആണ് കേട്ടോ. ബ്ലീച്ചിങ് പൗഡറിലെ പ്രധാന ഘടകം ഏതാ? കുമ്മായപ്പൊടിയും ക്ലോറിൻ. ക്ലോറിൻ. ഓക്കെ, പിന്നെ നമ്മള് ആസിഡും കാർബണേറ്റുകളുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന വാതകം ഏതാ? ആസിഡും കാർബണേറ്റുകളുമായിട്ട് പ്രവർത്തിച്ചുണ്ടാകുന്ന വാതകം കാർബണേറ്റ് എന്ന് പറയുമ്പോ അവിടെ എന്തിട്ടുള്ളേ? ആസിഡും ലോഹമായിട്ട് പ്രവർത്തിച്ച ഹൈഡ്രജൻ ഗ്യാസ് ആണ് പുറത്തേക്ക് വരിക. ആസിഡും കാർബണേറ്റും തമ്മിൽ പ്രവർത്തിച്ച ഏത് ഗ്യാസാ പുറത്തേക്ക് വരിക? കാർബൺ ഡൈ ഓക്സൈഡ് കേട്ടാ, കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ഹൈഡ്രജൻ എന്ന പേരിന്റെ അർത്ഥം എന്താ? ഹൈഡ്രജൻ എന്ന പേര് ഹൈഡ്രജൻ എന്ന പേരിന്റെ അർത്ഥം പറയ്. ഹൈഡ്രജൻ എന്ന പേരിന്റെ അർത്ഥം ജലമുണ്ടാകുന്നത്. ഓക്സിജൻ എന്ന പേരിന്റെ അർത്ഥം ഓക്സിജൻ, ആസിഡ് ഉണ്ടാകുന്നു. അപ്പൊ ഇത്രയാണ് അലോഹങ്ങളെ പറ്റി പഠിക്കേണ്ടത്. ഇനി നമുക്ക്
അടുത്തൊരു ടോപ്പിക് കുറച്ച് നേരം കൂടി ഇല്ലേ, ഒരു 10 മിനിറ്റും കൂടി നമുക്ക് വേറൊരു ടോപ്പിക് പഠിക്കാം. നമ്മുടെ കെമിക്കൽ ബോണ്ടിങ് എടുക്കാം. ഓക്കെ, നമ്മള് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പദാർത്ഥങ്ങളെ അവയുടെ തന്മാത്രയിലെ ആറ്റങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് രണ്ടായി തരം തിരിക്കാം. മൂലകങ്ങളെന്നും സംയുക്തങ്ങളെന്നും രണ്ടായിട്ട് തരംതിരിക്കാം. ഓക്കെ, പദാർത്ഥങ്ങളെ അവയുടെ തന്മാത്രയിലെ ആറ്റങ്ങൾക്ക് അനുസരിച്ച് മൂലകങ്ങളെന്നും സംയുക്തങ്ങളെന്നോ രണ്ടായിട്ട് തിരിക്കാം. ഇനി വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ കൂടി ചേർന്നാണ് സംയുക്ത തന്മാത്രകൾ ഉണ്ടായിരിക്കുന്നത്. അതായത് സംയുക്തം നമ്മുടെ അടുത്തതിൽ പറയാം. മൂലകങ്ങൾക്ക് എക്സാമ്പിൾ ആണ് നമുക്കറിയാം പൊട്ടാഷ്യം, ഓക്സിജൻ, നൈട്രജൻ, ഹീലിയം. ഈ സാധനത്തിനെ ഇനി വിഭജിക്കാനൊന്നും പറ്റില്ല. അങ്ങനെയുള്ള സാധനത്തിനെയാണ് നമ്മൾ മൂലകങ്ങൾ എന്ന് പറയാ. സംയുക്തങ്ങൾ എന്ന് പറയണത് രണ്ടോ അതിലധികമോ മൂലകങ്ങൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാധനമാണ് കോമ്പൗണ്ട് എന്ന് പറയുന്ന സാധനം. സംയുക്തങ്ങൾ, ജലം, ഹൈഡ്രജനും ഓക്സിജനും കൂടി റിയാക്ട് ചെയ്താൽ നമുക്ക് ജലം കിട്ടും. ഓക്കെ, കറിയുപ്പ്, നമ്മുടെ NaCl എന്നാണ് കറിയുപ്പിനെ പറയാ. സോഡിയം ക്ലോറിനും കൂടി റിയാക്ട് ചെയ്താൽ കിട്ടുന്നതാണ് കറിയുപ്പ്. പഞ്ചസാര, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഒക്കെ കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സാധനമാണ്. അത് ഒരു പ്രത്യേക പ്രൊപ്പോർഷനിൽ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഈ പറഞ്ഞ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞ സാധനങ്ങൾ. രണ്ടോ അതിലധികമോ മൂലകങ്ങൾ ലളിതമായ അനുപാതത്തില് സംയോജിപ്പിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാവണേന്ന് നമ്മുടെ ആദ്യം തുടക്കത്തിലെ കെമിസ്ട്രി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ആറ്റങ്ങൾ ചേർന്ന് തന്മാത്ര എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുന്ന സ്ഥിരത കൈവരിക്കാൻ വേണ്ടി ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഹീലിയം ഒഴികെയുള്ള എല്ലാ രസവാതകങ്ങളുടെയും ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, ഈ പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ എന്തായാലും വരും. അതുകൊണ്ടാണ് നമ്മൾ ഇതെടുക്കാന്ന് വെച്ചത് കേട്ടാ. ഓക്കെ, ഓക്സിജനിലുള്ള ഒരു തന്മാത്ര തന്നിട്ട് അതിലുള്ള ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനാണ് പറയണത്. ഓക്കെ, രണ്ടെണ്ണം ഞാൻ പറഞ്ഞുതരാം, ബാക്കിയുള്ളത് നിങ്ങൾ തന്നെ ആൻസർ കണ്ടുപിടിക്കണേ. ഓക്സിജൻ O2, 2 ഓക്സിജൻ തന്മാത്രകൾ കൂടി ചേർന്നാണ് 2 ഓക്സിജൻ ആറ്റങ്ങൾ കൂടി ചേർന്നാണ് O2 ഓക്സിജൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവണത്. അപ്പൊ 2 ഓക്സിജൻ ആറ്റങ്ങൾ കൂടി ചേർന്നാണ് ഓക്സിജൻ ഉണ്ടാവണത്. അപ്പൊ അവിടെയുള്ള ആറ്റങ്ങളുടെ എണ്ണം ഇതിങ്ങനെ തന്നെ ചോദിക്കുക, ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് 2. ഇനി ജലത്തിലാണെങ്കിൽ 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും കൂടി കമ്പൈൻ ചെയ്താണ് ജലം ഉണ്ടാവുന്നത്. അപ്പൊ അവിടെയുള്ള ആകെയുള്ള ആറ്റങ്ങളുടെ എണ്ണം 3. 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും. അങ്ങനെയാണെങ്കിൽ നിങ്ങള് മീഥൈനിലുള്ള ആറ്റങ്ങളുടെ എണ്ണം ഒന്ന് കണ്ടുപിടിച്ചേ. CH4 ആണ് കെമിക്കൽ ഫോർമുല. നിങ്ങളൊന്ന് കണ്ടുപിടിച്ച എത്ര ആറ്റങ്ങൾ ഉണ്ടെന്ന്. CH4. ഓക്കെ, കുറെ പേർക്ക് ആൻസർ കിട്ടി, 5 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ പഞ്ചസാരയിലെ ആറ്റങ്ങളുടെ എണ്ണം ഒന്നും കണ്ടുപിടിക്കാം. പഞ്ചസാര കെമിക്കൽ ഫോർമുല C12H22O11 ആണ്. C12H22O11 തന്നെ ചെയ്ത് നോക്കിയേ. നമുക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചതാണ്. ആൻസർ കിട്ടിയാ? ഓക്കെ, ഇത് PSC PYQ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മുന്നേ ചോദിച്ചിട്ടുണ്ട്, പഞ്ചസാരയിലുള്ള ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുക? ഇവിടെ പഞ്ചസാരയുടെ കേസിലാണെങ്കിൽ 12 കാർബൺ ആറ്റം ഉണ്ട്, 22 ഓക്സിജൻ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, അതേപോലെ 11 ഓക്സിജൻ ആറ്റം ഉണ്ട്. ഇതെല്ലാം കൂടി കൂട്ടുക. 12 + 22 + 11 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 45 കിട്ടും. ഓക്കെ, ഹീലിയത്തിലാണെങ്കിൽ ഒരു ആറ്റമാണ് ഉള്ളത്, ഒരു ഹീലിയം ആറ്റം. നൈട്രജൻ ആറ്റം N2ലാണെങ്കിൽ 2 നൈട്രജൻ ആറ്റങ്ങളാണ് ഉള്ളത്. ഇത് ക്ലിയർ ആയോ?
ഓക്കെ ഓക്കെ. ഇനി ബാഹ്യതമ ഷെല്ലില് 8 ഇലക്ട്രോൺ വരുന്ന ക്രമീകരണത്തിന് നമ്മൾ പറഞ്ഞിരുന്നു ഒക്ടക്റ്റ് ആണ്, ഒക്ടക്റ്റ് കോൺഫിഗറേഷൻ എന്നാണ് പറയണത്. അപ്പൊ ഈ 8 ഉണ്ടെങ്കിൽ 8 എന്ന് പറഞ്ഞാൽ സ്ഥിരതയുള്ളതാ. അപ്പൊ ബാഹ്യതമ ഷെല്ലില് അഷ്ടക വിന്യാസമുള്ള ആറ്റങ്ങൾക്ക് കൂടുതൽ സ്ഥിരത ഉണ്ടെന്നാണ് പറയാം. അപ്പൊ സ്ഥിരതയുള്ള മൂലകങ്ങൾ സാധാരണയായിട്ട് നമ്മുടെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടില്ല. അതാണ് നമ്മുടെ ഈ അലസവാതകങ്ങള് 18ാമത്തെ ഗ്രൂപ്പ് മൂലകങ്ങള് വേറെ ആൾക്കാരുമായിട്ട് ഒന്നും കമ്പൈൻ ചെയ്യില്ല, അവരാരുമായിട്ട് കൂട്ടുകൂടില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത് സ്ഥിരതയുള്ള മൂലകങ്ങൾ ആയതുകൊണ്ടാണ്. 18ാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ ആണ്, അവരതുകൊണ്ട് വേറെ ആരുമായിട്ട് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കില്ല. ഇനി രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാത്തതിനാൽ ഉത്കൃഷ്ടവാതകങ്ങൾ അലസവാതകങ്ങളൊക്കെ എന്നറിയപ്പെടുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അലസവാതകങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടില്ലാത്തതുകൊണ്ട് അവയിലുള്ള തന്മാത്രകളുടെ ആറ്റങ്ങളുടെ എണ്ണം 1 ആണ്. ഈ കേസിൽ നോക്കിയേ, ഹീലിയം എന്ന് പറയുന്നത് ഒരു അലസവാതകമാണ്. അവിടെ ആകെ ഒരു ഹീലിയം ആറ്റമാണ് ഉള്ളൂ. അതെന്തുകൊണ്ടാ? അവര് ഓൾറെഡി സ്റ്റേബിൾ ആണ്. ഹീലിയത്തിനാണെങ്കിൽ ആറ്റോമിക് നമ്പർ 2 ആണ്, സ്റ്റേബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് വേറെ ആരുമായിട്ട് കമ്പൈൻ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ ആർഗൺ ഒരു 18th ഗ്രൂപ്പ് മൂലകമാണ്, അലസവാതകമാണ്. അത് നമുക്ക് AR എന്ന് മാത്രമാണ് എഴുതാൻ പറ്റുള്ളൂ. ഇതേപോലെ നൈട്രജൻ എഴുതണ പോലെ N2 എന്നൊന്നും ആർഗൺ എഴുതേണ്ട കാര്യമില്ല. അതെന്തുകൊണ്ടാ? അതൊരു 18ാമത്തെ ഗ്രൂപ്പ് മൂലകമാണ്. അവിടെ അവര് വേറെ ആരുമായിട്ടും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടില്ല. അതുകൊണ്ടാണ് അതിനെ അലസവാതകങ്ങൾ എന്ന് പറയണത്. ഓക്കെ, അപ്പൊ ആ അലസവാതകങ്ങളെ തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 1 ആണ്. ഓക്കെ, ഈ കെമിക്കൽ ബോണ്ടിങ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാൻ തോന്നുന്നു. ഓക്കെ, അത് കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്, നമ്മളത് എടുത്തു കഴിഞ്ഞാൽ തീരില്ല. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ക്ലിയർ ആയോ? ഓക്കെ, ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ മാത്രം തൽക്കാലം പഠിക്കാം. പിന്നെ ഒരു ആറ്റം മാത്രമുള്ള അതിനെ ഏകാറ്റോമിക എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. കാര്യം അത് കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തീരില്ല. ഞാൻ ജസ്റ്റ് തുടങ്ങിയിട്ടു എന്നുള്ളൂ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാ? രാസവസ്തുക്കളുടെ രാജാവ് ആരുമില്ല, ആൻസർ പറയാം. സൾഫ്യൂരിക് ആസിഡ് കേട്ടോ. സൾഫ്യൂരിക് ആസിഡിനെയാണ് രാസവസ്തുക്കളുടെ രാജാവ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇതിപ്പോ നമ്മൾ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്. പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. അതൊരു ഓർഡറിൽ പറയും. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഇത് ഗാദി ബോർഡിന്റെ പ്രിലിംസിന് ചോദിച്ചേക്കണ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. ഓക്കെ, സ്റ്റേജ് 4. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന 2ാമത്തെ മൂലകം ഏതാ? അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന 2ാമത്തെ മൂലകം. ഓക്സിജൻ ട്ടോ. ഓക്സിജൻ ആണ് കാണുന്നത്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണുന്ന 2ാമത്തെ മൂലകമാണ് ഓക്സിജൻ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇത്രയും മതി. ഇനി പുതിയൊരു ടോപ്പിക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തീരില്ല. ഭാവിയിൽ ഇന്ധനം എന്നറിയപ്പെടുന്നത് എന്താ? ഭാവിയിലെ ഇന്ധനം ഹൈഡ്രജൻ കേട്ടോ. ഓക്കെ, അപ്പൊ തന്നാണ് നോട്ട്സ് വായിക്കാം. നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.
താങ്ക് യു മാം.